എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വചന പഠനത്തിൽ, വചന ശുശ്രൂഷയിൽ വേദപുസ്തകത്തിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നും മാത്രമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. വേദപുസ്തകം നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകണം. എഴുതിയെടുക്കാൻ ഒരു ബുക്കോ ഒരു പേനയോ കയ്യിൽ കാണണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല. ടെന്നീസ് കളിക്കാൻ പോകുന്നവൻ്റെ കയ്യിൽ ഒരു ബാറ്റ് കാണും. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവൻ്റെ കയ്യിൽ ഒരു ബാറ്റോ ബോളോ കാണും. ഹല്ലേലൂയ. നീന്താൻ പോകുന്നവൻ്റെ കയ്യിൽ ഒരു നീന്തലിന്റെ വസ്ത്രം കാണും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവന്റെ കയ്യിൽ ബൈബിള് കാണണ്ടേ? തിരുവെഴുത്ത് കയ്യിലില്ലാതെ എന്ത് ആണ് നാം പഠിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കണ്ടേ? താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. വായിക്കാം ആ ഭാഗം 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പരിശുദ്ധാത്മാവ് തിരിക്കുന്നു. അതിനാധാരമായി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചു കേട്ടു. ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു സത്യം, അപകടകാരിയായ സാത്താന്യ സൈന്യത്തോട് ദിനം പ്രതി പോരാടി വിജയം കൈവരിക്കേണ്ടതായ ഒരു യുദ്ധഭൂമിയാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? എന്തിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്? ആ യുദ്ധത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? വിജയം കൈവരിക്കേണ്ട വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ സത്യങ്ങളെ വളരെ ആഴമായി വ്യക്തമാക്കുന്ന, സവിസ്തരമായി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഭാഗങ്ങൾ. എന്നാൽ ഈ യുദ്ധത്തിന്റെ അതിപ്രധാനപ്പെട്ട ആയുധം, വ്യക്തിപരമായി ദൈവം ഉപയോഗിക്കുവാൻ നൽകിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ദൈവവചനം എന്ന വാളാണ്. ബാക്കിയുള്ളതെല്ലാം സുരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന മുൻകരുതലുകളാണ്. അരയ്ക്ക് സത്യം കിട്ടുന്നതും നീതി എന്ന കവചം ധരിക്കുന്നതും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുന്നതും ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുക്കുന്നതും രക്ഷ എന്ന ശിരസ്ത്രവും ഏതു നേരത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം സുരക്ഷാ മുൻകരുതലുകളാണ്. എന്നാൽ ഉപയോഗിക്കുവാൻ നൽകിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് വചനം എന്ന വാളാണ്. ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഹാൻഡ് സാനിറ്റൈസറും മാസ്കും നമുക്ക് നൽകിയിരിക്കുന്ന മുൻകരുതലുകളാണ്, സുരക്ഷാ മുൻകരുതലുകളാണ്. പക്ഷെ പ്രധാനമായും ഗവൺമെന്റ് പറയുന്നത് ഹാൻഡ് സാനിറ്റൈസറും മാസ്കിനേക്കാൾ ഉപരി നിങ്ങൾ സ്റ്റേ ഇൻ ഹോം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ
ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമെന്ന് പറയുന്നത് പോലെ രക്ഷയുടെ ശിരസ്ത്രവും സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന അരയ്ക്ക് കെട്ടിയിരിക്കുന്ന സത്യത്തിന്റെ ബെൽറ്റുമെല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സുരക്ഷാ മുൻകരുതലുകളാണ്. പക്ഷെ പ്രധാനമായും ഉപയോഗിക്കേണ്ട ആയുധം, ഒരാത്മീയൻ ഉപയോഗിക്കേണ്ട ആയുധം എന്ന് പറയുന്നത് യുദ്ധത്തിനായി അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന വചനം എന്ന വാളാണ്. ഈ വിഷയത്തിലേക്ക്, സ്പിരിച്വൽ ബാറ്റിൽ എന്ന ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുമ്പോൾ, ഈ മെസ്സേജ് ഞാൻ ദൈവസന്നിധിയിൽ പ്രിപ്പയർ ചെയ്യുവാൻ തുടങ്ങിയ സമയം മുതൽ, അല്ലെങ്കിൽ ഈ വിഷയം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയ സമയം മുതൽ, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വ്യക്തിപരമായി അനുഭവിച്ച ആത്മീക പോരാട്ടവും അതുമായി വിഷയങ്ങളും ചെറുതല്ല. എനിക്കത് വളരെ വ്യക്തമായി അറിയാം. നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും പ്രസംഗിക്കുന്ന എനിക്ക് ഇതിന് വളരെ പ്രാധാന്യതയുണ്ട്. ഇത് നമുക്ക് നൽകിയ പൗലോസും വളരെ പ്രാധാന്യതയോടുകൂടെയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന് 6 അധ്യായങ്ങൾ ഉള്ളപ്പോൾ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ 9 വാക്യങ്ങൾ കഴിഞ്ഞ് 10ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. 10ാമത്തെ വാക്യത്തിൽ ഒടുവിൽ, ഫൈനലി മൈ ബ്രദറൻ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ഫൈനലി, ഒടുവിൽ എന്ന് പറയുമ്പോൾ 140 വാക്യങ്ങൾ, ആ 140 വാക്യങ്ങൾ 1 മുതലുള്ള അധ്യായങ്ങളിൽ 6 വരെയുള്ള അധ്യായത്തിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 140 വാക്യങ്ങളുണ്ട് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിനകത്ത്. എന്നാൽ ഈ 140 വാക്യങ്ങൾ പൗലോസ് 140 വെളിപ്പാടുകൾ പറഞ്ഞതിന് ശേഷം 6ാം അധ്യായത്തിന്റെ 10ാം വാക്യത്തിൽ പറയുന്നു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഫൈനലി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവിൻ. ഈ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുമ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 സ്റ്റേറ്റ്മെന്റുകൾ പറയാനുണ്ട്. ഈ എഫേസ്യർക്കെഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഴുതി കൊടുത്തത് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. നമുക്കറിയാം, പൗലോസ് തന്റെ ലേഖനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത വെളിപ്പാടുകളുടെ കലവറയാണ്. റോമൻ തലസ്ഥാനമായ എഫസോസ് എന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം. റോം എന്ന് പറയുന്ന പട്ടണത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു എഫസോസ് എന്ന പട്ടണം ആ കാലത്ത്. ആ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് AD 60-62 കാലഘട്ടത്തിലാണ്. അതും റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. എന്താണ് ഈ ലേഖനത്തിന്റെ പ്രത്യേകത? ഒരു ദൈവവിശ്വാസിക്ക്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്നതായ ആത്മീക സമ്പത്തുകളെ കുറിച്ചുള്ള ഒരാഴമേറിയ വെളിപ്പാടാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം. അതിന്റെ 1:3 ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തെ കാണാം. 1:6 ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. ക്രിസ്തുവിൽ ദത്തെടുത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. 1:7 വീണ്ടെടുത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. എഫേസ്യർ 1:11 ക്രിസ്തുവിൽ അവകാശം പ്രാപിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെ കാണാം. എഫേസ്യർ 1:12 ക്രിസ്തുവിൽ ആശ വെച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെ കാണാം. എഫേസ്യർ 1:13 അവനിൽ വിശ്വസിച്ച് അവനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തെ കാണാം. എഫേസ്യർ 2:13 ക്രിസ്തുവിൽ സമീപസ്ഥരായ ഒരു കൂട്ടത്തെ കാണാം. എഫേസ്യർ 2:21 കർത്താവിൽ വളരുന്ന ഒരു സമൂഹത്തെ കാണാം. എഫേസ്യർ 3:6 ക്രിസ്തുവിൽ കൂട്ടവകാശികളായ ഒരു കൂട്ടത്തെ നമുക്ക് കാണാം. എഫേസ്യർ 3:12 അവനിൽ ആശ്രയിച്ച് ആത്മാവിൽ ബലപ്പെടുന്ന ഒരു കൂട്ടത്തെ കാണാം. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള സമ്പത്ത്,
ക്രിസ്തുവിലുള്ള ആശ്രയം, ക്രിസ്തുവിലുള്ള വളർച്ച, ക്രിസ്തുവിലുള്ള ആത്മീയ അനുഗ്രഹം. ഇന്ന് ഈ ആത്മീക സന്ദേശം ഓൺലൈനിൽ ഈ സഭായോഗത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിശ്ചയമായും ഈ സന്ദേശങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിലുള്ള മുൻനിർണയത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചും ക്രിസ്തുവിലുള്ള അവകാശത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള സ്രോതസ്സുകളെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പൊതുജീവനെക്കുറിച്ചും ക്രിസ്തുവിലുള്ള ഐക്യതയെക്കുറിച്ചും ക്രിസ്തുവിലുള്ള അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ പ്രസ്താവിച്ചതിന് ശേഷം ഫൈനലി ഒടുവിൽ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിശക്തമേറിയതായ ഒരാലോചന ദൈവജനത്തിന് ആത്മാവിൽ നൽകുന്നു. അതാണ് ഇന്ന് നമ്മളുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാ കൊണ്ടുവരുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ, ഫൈനലി. ശ്രദ്ധിക്കുക, അന്ത്യകാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ, ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ, ഈ വിഷയത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൗലോസ് പറയുന്നു, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. സ്പിരിച്വൽ വേൾഡ്, ആത്മീക ലോകം എന്ന് പറയുന്നത് ദൃശ്യമല്ല, അദൃശ്യമാണ്. ദാറ്റ് ഈസ് ആൻ അൺസീൻ വേൾഡ്. ആ അൺസീൻ വേൾഡിനെ കുറിച്ചാണ് ആത്മമണ്ഡലം കാണുവാൻ കഴിയുന്ന അദൃശ്യ ലോകത്തെ കുറിച്ച് ആഴമേറിയ അറിവും വെളിപ്പാടും ലഭിച്ച അപ്പോസ്തലൻ സ്ക്രീൻ മാറ്റി, കർട്ടൻ മാറ്റി, മറ നീക്കി നമുക്ക് ചിലത് വെളിപ്പെടുത്തി തരുന്നത്. എപ്പോഴും ഒരു ദൈവപൈതൽ ഓർക്കുക, ഈ ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടങ്ങളുണ്ട്. നാം നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. എപ്പോൾ ആത്മീക ജീവിതത്തെ ഒരു ഭക്തൻ, ഒരു വിശ്വാസി നിസ്സാരവൽക്കരിക്കുന്നുവോ അവിടെ മുതൽ അവന്റെ പരാജയം ആരംഭിക്കുകയാണ്. എപ്പോൾ ആത്മീക ജീവിതത്തെ അതിന്റെ പ്രാധാന്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരു ബാറ്റിൽ ഫീൽഡാണ്, ഇതൊരു യുദ്ധക്കളമാണ് എന്ന ചിന്തയോടെ അലേർട്ടായി, അറ്റൻഷനായി, ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നുവോ അപ്പോൾ മുതൽ അവൻ യുദ്ധത്തിൽ വിജയിച്ച് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് തന്റെ നിര്യാണകാലം അടുത്ത സാഹചര്യത്തിൽ തന്റെ കഴുത്തിൽ ഈർച്ചവാളിരിക്കുമ്പോൾ അധരം തുറന്ന് താൻ ആത്മാവിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എന്നിൽ ഏൽപ്പിച്ചതായ, ഞാൻ വിശ്വസിച്ചതായ വിശ്വാസം ഞാൻ കാത്തു, ഇനി ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നീതിയുടെ കിരീടത്തിന്റെ അരികിലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നല്ല പോർ പൊരുതുന്ന, ദിസ് ഈസ് നോട്ട് എ ബാഡ് ഫൈറ്റ്, ദിസ് ഈസ് എ ഗുഡ് ഫൈറ്റ്. ഇതൊരു നല്ല പോരാട്ടമാണ്, ഇതൊരു തിന്മയുടെ പോരാട്ടമല്ല. എന്നാൽ ഈ ആത്മീക പോരാട്ടത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ ഒടുവിൽ 140 വാക്യങ്ങൾക്ക് ശേഷം, വെളിപ്പാടുകൾക്ക് ശേഷം പൗലോസ് പറയുന്നു, ഒടുവിൽ ഇതെല്ലാം നിങ്ങൾക്കുള്ളപ്പോഴും ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തനെ, ഒരു വിശ്വാസിയെ, ഒരു ദൈവ പൈതലിനെ വിശ്വാസ പോർക്കളത്തിൽ പരാജയപ്പെടുവാൻ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365 ദിവസവും അവനോട് പോരാടുന്ന ഒരു അദൃശ്യ ശക്തിയും ഒരു അൺസീൻ വേൾഡും ആത്മമണ്ഡലവും ഉണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ വാക്യം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നാം ശക്തിപ്പെടേണ്ടത്, നാം ബലം പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലാണ്. കാരണം നമുക്ക് വിരോധമായി പോരാടുന്ന പൈശാചിക മണ്ഡലത്തോട് നമ്മളുടെ ശക്തി കൊണ്ട്, വ്യക്തിപരമായ കഴിവ് കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും വിജയം കൈവരിക്കുവാൻ സാധ്യം അല്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ ബലം കൊണ്ട് നിനക്കിതിനെ വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട്,
നിന്റെ മാനുഷിക ശക്തികൾ കൊണ്ട് പൈശാചിക മണ്ഡലത്തെ നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിനെ വിജയിക്കുവാനും അതിനെ വിജയിച്ചതായുമുള്ള ഒരു ശക്തിയുണ്ട്. അത് കർത്താവിന്റെ ശക്തിയാണ്. അത് അവന്റെ അമിത ബലമാണ്. ദൈവശക്തിയിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രമേ പൈശാചിക മണ്ഡലത്തോട് യുദ്ധം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആത്മശക്തി ഏറ്റെടുക്കാത്ത, ആത്മാവിന്റെ ബലം സ്വീകരിക്കാത്ത, പരിശുദ്ധാത്മാവുമായി സഹകരിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും ഈ ആത്മീക പോർക്കളത്തിൽ വിജയിക്കില്ല. അവൻ എന്നേ പരാജിതനായി കഴിഞ്ഞു. ഇപ്പോഴും അവൻ പരാജയത്തിന്റെ പടിവാതിക്കൽ നിൽക്കുന്നു. എന്നാൽ ഇന്നും ജയിച്ചു മുന്നേറുന്ന ഏതെങ്കിലും ഒരു ഭക്തനെയോ വ്യക്തിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടോ ആ വ്യക്തിയുടെ മാനുഷിക ശക്തി കൊണ്ടോ അല്ല. ആ വ്യക്തി ആ സാഹചര്യങ്ങളെ വിജയിച്ചത് അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാലാണ്. അതുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടുവാൻ മറന്നു പോകരുത്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അദൃശ്യമായ ശക്തികൾ അഴിഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ, അതിശക്തമേറിയ പൈശാചികമായ പോരാട്ടങ്ങൾ ഓരോ വിശ്വാസിയുടെയും മസ്തിഷ്കത്തിനകത്ത് പിശാച് കുത്തി നിറയ്ക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ നിന്നെ വലിച്ചെറിയുവാനും നിന്നെ ചവിട്ടിത്തേക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും പിശാച് ശക്തിയോടെ പോരാടുമ്പോൾ, ഈ ദിവസത്തിൽ, ഈ ഞായറാഴ്ച നമുക്കൊന്നിച്ചു പറയാം, എനിക്ക് എൻ്റെ ദൈവമേ അവിടുത്തെ അമിതബലം ആവശ്യമാണ്, എനിക്ക് അവിടുത്തെ കൃപ ആവശ്യമാണ്, എനിക്ക് അവിടുത്തെ ശക്തി ആവശ്യമാണ്. ആ ശക്തിയാൽ ഇന്ന് പകൽ എന്നെ ബലവാനാക്കി തീർക്കണം. ഈ അമിത ബലത്തെ പൗലോസ് എവിടെയാണ് ഉപയോഗിച്ചത്? താൻ അനുഭവിച്ച ആത്മീക പോരാട്ടത്തിന്റെ ഒരു ഏറിയ പൗലോസ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 10:3-4-5 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്, ആ വാക്യം കർത്താവിന്റെ ദാസൻ എന്ന് വായിച്ചേ, സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഇവിടെ എഫേസ്യർ 6:12 പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്താ പൗലോസെ അവിടുന്ന് അങ്ങനെ പറയാനുള്ളതിന്റെ കാരണം നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. നമുക്ക് ഫൈറ്റിംഗ് ഉള്ളത് മനുഷ്യരോടാണെന്ന് തോന്നിപ്പോകും. കാരണം പിശാച് മനുഷ്യരെയാണ് കയ്യിലെടുക്കുന്നത്. അവളാണ് എൻ്റെ ശത്രു, ആ വ്യക്തിയാണ് എനിക്കെതിര്, ഈ വ്യക്തിയാണ് എൻ്റെ വിരോധി, എൻ്റെ ശത്രുവെന്ന് മാനുഷികമായ നിലയിൽ നമുക്ക് തോന്നിപ്പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ മുന്നേറായി പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന മനുഷ്യനോടല്ല. ആ വ്യക്തിയെ ഉപയോഗിക്കുന്ന, ആ വ്യക്തിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന, നിനക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലങ്ങളോടാണ് നിനക്ക് പോരാട്ടമുള്ളത്. ഇവിടെ അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10:3 പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങൾ ഫേസ്ബുക്ക് കൊണ്ടോ വാട്സാപ്പ് കൊണ്ടോ വാള് കൊണ്ടോ വടി കൊണ്ടോ സോഷ്യൽ മീഡിയ കൊണ്ടോ അപവാദ പ്രചരണം കൊണ്ടോ വാട്സാപ്പ് കൊണ്ടോ പകരം വീട്ടുന്നവരല്ല. ഞങ്ങൾ മാനുഷികമായ ആയുധങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കുന്നവരല്ല. ഞങ്ങൾ ജഡത്തിൽ
പോരാടുന്നവരെങ്കിലും ജഡത്തിൽ ജീവിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കാരണം ഞങ്ങൾ ജഡീകന്മാരല്ല, ഞങ്ങൾ ആത്മീയരാണ്. ജഡീകന്മാർ ജഡത്തിൽ പോരാടട്ടെ, ജഡീകന്മാർ ജഡത്തിൽ മറുപടി പറയട്ടെ, ജഡീകന്മാർ ജഡത്തിൽ പ്രതികരിക്കട്ടെ. പക്ഷെ ആത്മീകരോടാണ് സന്ദേശം, സ്പിരിച്വൽ വേൾഡിനോടാണ് സന്ദേശം, ആത്മാവിൽ ആത്മീകമായി ജീവിക്കുവാൻ താല്പര്യമുള്ളവരോടാണ് സന്ദേശം. നിങ്ങളുടെ പോരാട്ടം വ്യക്തികളോടല്ല, നിങ്ങളുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളോടും സാഹചര്യത്തോടുമല്ല, അതിന്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിക്കുന്ന ആ വ്യക്തികളെ സ്വാധീനിക്കുന്ന പൈശാചിക മണ്ഡലത്തോടാണ്. ഹല്ലേലൂയ. അതിനെ തിരിച്ചറിയാൻ കഴിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വിശുദ്ധ ബൈബിളിനകത്ത് പൗലോസ് പറയുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും. ഏതാണ് ഞങ്ങളുടെ ആയുധം? കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. What a mighty power! ഇതെത്ര വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് സെരൂബാബേൽ എന്ന മഹാപുരോഹിതൻ തന്റെ മുമ്പിൽ നിന്ന പർവ്വതത്തെ നോക്കി, ആലയം പണിക്ക് തടസ്സമായി നിൽക്കുന്ന പർവ്വതത്തെ നോക്കി വിളിച്ചു പറഞ്ഞത്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. പർവ്വതങ്ങളെ പൊടിക്കുവാൻ കഴിയുന്ന ആത്മശക്തി, സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ആത്മശക്തി, പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ കഴിയുന്ന ആത്മശക്തി, സിംഹത്തെ വലിച്ചു കീറുവാൻ കഴിയുന്ന ആത്മശക്തി, കരടിയെ വലിച്ചു കീറി നിലത്തടിക്കുവാൻ കഴിയുന്ന ആത്മശക്തി, പട്ടണത്തിന്റെ പ്രധാന കവാടം കുലുക്കി ഒരു പട്ടണത്തെ മുഴുവൻ തവിടുപൊടിയാക്കുവാൻ കഴിയുന്ന ആത്മശക്തി, യെരിഹോ മതിലിനെ നിലംപരിചാക്കി ആർപ്പിന്റെ കാഹളമൂതി അകത്ത് കയറി കൊള്ള പങ്കിടുന്ന ആത്മശക്തി. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, ആഞ്ഞു വെട്ടിയാൽ വളഞ്ഞു പോകുന്ന വാളല്ല ഞങ്ങളുടെ ആയുധം. സ്തോത്രം. ഞങ്ങളുടെ ആയുധം കോട്ടകളെ ഇടിപ്പാനുള്ള ഒരു പവർ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഈ ആരാധന നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ആ ദൈവശക്തിയെ വിസ്മരിച്ചു കളയുന്ന വ്യക്തിത്വങ്ങളാണ് ആത്മീക പോരാട്ടത്തിലെ പരാജിതർ. എന്നാൽ ആ ദൈവശക്തിക്ക് വില കൽപ്പിച്ചുകൊണ്ട് ആത്മാവിൽ മുന്നേറുന്നവരാണ് ആത്മലോകത്തിലെ ശക്തർ. പൗലോസ് പറയുന്നു, എന്താണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഫൈറ്റ്? പ്രധാനമായും പൗലോസ് വ്യക്തമാക്കുന്നു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ, സങ്കല്പങ്ങൾ. 5-ാം വാക്യത്തിൽ പറയുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുന്നു. ഒന്നാമതായി അപ്പോസ്തലൻ അനുഭവിച്ച ഫൈറ്റ് എന്ന് പറയുന്നത് തന്റെ ചിന്താ മണ്ഡലങ്ങളോടുള്ള ഫൈറ്റാണ്. സാത്താന്യ ശക്തികൾ എപ്പോഴും പോരാടുന്ന, പ്രവർത്തിക്കുന്ന, കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഏറിയാണ് നിങ്ങളുടെ ചിന്താമണ്ഡലം, സങ്കല്പങ്ങൾ, ഇമാജിനേഷൻസ്. എത്രയോ വ്യക്തികൾ ആ നിലയിൽ തകർന്നു തരിപ്പണമായി എന്നറിയുമോ? ഈ ആത്മീക പോരാട്ടത്തിൽ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, വിചാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളും വിചാരങ്ങളും എത്രയോ വ്യക്തിത്വങ്ങളെ നിലംപരിചാക്കി കളഞ്ഞു. പൗലോസ് ഇവിടെ ആ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഉപമിച്ചിരിക്കുന്നത് ഒരു കോട്ടയോടുകൂടെയാണ്. ഒരു കോട്ട. സ്തോത്രം. എത്ര പവർഫുൾ ആണെന്നറിയാമോ ആ കോട്ട? നിങ്ങളെ അതിനകത്താക്കി വലിയ വൻമതിൽ കെട്ടിയതുപോലെ കെട്ടി അതിൻ്റെ ഉള്ളിലാക്കി നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന സങ്കല്പങ്ങൾ. മനുഷ്യന് കിട്ടിയിരിക്കുന്നതായ ഒരു പ്രത്യേക സവിശേഷതയാണ് ചിന്താശക്തി.
ചിന്തിക്കാനുള്ള നല്ല കഴിവ്, ഇമാജിനേഷൻസ്, സങ്കല്പിക്കുവാനുള്ള കഴിവ്. പക്ഷേ ഈ ചിന്തകളെയും ഈ സങ്കല്പങ്ങളെയും പിശാച് കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് ജീവിതത്തിന്റെ വലിയ പരാജയത്തിന് കാരണമാകും. മോഹം, ചിന്തകൾ ഗർഭം ധരിച്ച് അത് പാപത്തെ പ്രസവിക്കുന്നു എന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. ഇന്ന് ഈ സർവീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ദൈവത്തിന്റെ ജനം വ്യക്തമായി തിരിച്ചറിയുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ചിന്താമണ്ഡലങ്ങളിൽ വെളിപ്പെടുന്ന ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. വിചാരങ്ങളെ നമുക്ക് ഇടിക്കാൻ കഴിയണം. ഓരോ ചിന്തകൾ എന്ന് പറയുന്നത്, ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഓരോ ചിന്തകൾ എന്ന് പറയുന്നത് ഓരോ നാരുകൾ പോലെയാണ്. ഓരോ നാരുകളാകുന്ന ഓരോരോ ചിന്തകൾ നിങ്ങളുടെ അകത്ത് കൊണ്ട് കുത്തിത്തിരുകി അതൊരു കാർപ്പറ്റ് പോലെയാക്കി ആ ചിന്തകൾക്കകത്ത് നിങ്ങളെ വച്ച് ചുരുട്ടി അതിനകത്ത് അകപ്പെടുത്തി നിങ്ങളെ നിരാശപ്പെടുത്തി കളയുന്ന ശക്തികളെ നിങ്ങൾ തിരിച്ചറിയുവാൻ കഴിയണം. പല ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം, നാളെക്കുറിച്ചുള്ള ചിന്തകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ വ്യക്തിപരമായി ചിന്തിക്കുന്ന വിവിധ നിലയിലുള്ള സാമ്പത്തിക മേഖലകളെ കുറിച്ചുള്ള ചിന്തകൾ. എന്നെ കേൾക്കുന്നവരെ, യേശു കർത്താവ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുതെന്ന്. നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. കർത്താവ് അത് ആ വചനം നൽകിയതിന്റെ പ്രധാന കാരണം സാത്താനിയ സാമ്രാജ്യം നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ കയ്യിലെടുക്കരുത്, അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് വേണ്ടി നാളുകളിൽ കരുതുന്നത് നമ്മുടെ ദൈവമാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി വഴി നടത്താനും പുലർത്താനും ദൈവത്തിന് കഴിയും. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആയുസ്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യം, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ജീവിതം, അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജീവിതത്തെ അത്ഭുതകരമായി നാളുകളിൽ നടത്താൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് കഴിയണം. ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെടുമോ? എൻ്റെ ജീവിതം എന്തായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ, വ്യക്തികളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് പിശാച് ഒരു ചെയർ ഇട്ട് കഴിഞ്ഞു, ഒരു കസേര ഇട്ട് കഴിഞ്ഞു, അവന്റെ സാമ്രാജ്യം അകത്ത് സ്ഥാപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞങ്ങളുടെ അകത്തു വരുന്ന സങ്കല്പങ്ങളെയും ഞങ്ങളുടെ അകത്തു വരുന്ന തെറ്റായ വിചാരങ്ങളെയും പിശാചിന്റെ ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അതിനെ ഇടിച്ചു കളയുന്നു. COVID-19 പ്രശ്നം ലോകത്തിലെമ്പാടുമുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവർ വളരെ വേദനയോടെ പറയുന്നു, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്നും വിവിധ രാജ്യങ്ങളിൽ ഈ പ്രതിസന്ധികൾ ജനം അനുഭവിക്കുന്നു. നമ്മുടെ ഭാരതത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും ഒരു ശാന്തതയും ഒരു വ്യത്യാസവും കർത്താവ് കൊണ്ടുവരും. ദൈവം അത് ചെയ്യട്ടെ. പക്ഷേ ഇതിന്റെ നടുവിൽ ചിന്തിച്ചുകൊണ്ട് രോഗികളായി തീരുന്നവരുണ്ട്, ചിന്തയിൽ അതായി തീരുന്നവരുണ്ട്. ചിന്തയിൽ ഭയം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പൗലോസ് ഇവിടെ പറയുന്ന ഒരു വിഷയം, ഞങ്ങൾ അതിനെ ഇടിച്ചു കളയുന്നു. ഇടിച്ചു കളയുക മാത്രമല്ല, ഞങ്ങൾ അതിനെ പിടിച്ചടക്കുന്നു. അപ്പൊ പിടിച്ചടക്കി എന്ന പദത്തിനകത്തുനിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ദിസ് ഈസ് എ ഫൈറ്റ്, ഒരു യുദ്ധമാണ്. രാജ്യം പിടിച്ചടക്കുന്നത് എപ്പോഴാണ്? യുദ്ധത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ ഇടിച്ചു കളഞ്ഞതിന് ശേഷം അതിനെ പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ഇത് നിന്റെ മൈൻഡിനോട്, നിന്റെ ചിന്തയോടുള്ള ഒരു യുദ്ധമാണ്. ഭാവിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, സാമ്പത്തികത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് അകത്ത് നിരാശകൾ കൊണ്ടുവന്നിട്ടിട്ട് നിന്നെ ചിന്തിപ്പിക്കുന്ന ശക്തികളുടെ മേൽ ഇന്ന് പകലിൽ ജയമെടുക്കുവാൻ ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പൗലോസ് അനുഭവിച്ചതായ രണ്ട് പ്രധാനപ്പെട്ട ഏറിയുണ്ട്. ഒന്ന് ചിന്തയിൽ, രണ്ട് ശരീരത്തിൽ. എപ്പോഴും ഓർക്കണം, സാത്താന്യമായ യുദ്ധം വെളിപ്പെടുന്നത് ആദ്യം വെളിപ്പെടുന്നത് ചിന്താമണ്ഡലത്തിലാണ്. പിന്നെ
ആ ചിന്താമണ്ഡലത്തിൽ നിന്ന് അത് ശരീരത്തെയും സ്പർശിക്കുവാൻ ഇടയാകും. എനിക്ക് ഇന്ന രോഗമുണ്ടോ? എന്റെ നടുവേദന അതായിരിക്കുമോ? എനിക്ക് വന്ന തലവേദന അങ്ങനെ ആയി മാറുമോ? എൻ്റെ ആ ശരീരത്തിന്റെ ഭാഗത്ത് എനിക്ക് ഇന്ന കുഴപ്പം ഉണ്ടാകുമോ? ആ ചിന്തകളെ നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുകയും പിശാചിന് കയറി വരാനുള്ള ഒരു ഡോറായി അത് തീരുകയും ചെയ്യും. വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു എന്ന്. അതുകൊണ്ട് ആ ഭയത്തെ ഇന്ന് പകലിൽ ആത്മശക്തിയാൽ പുറത്താക്കുക. പിശാചൻ നിന്റെ ഉള്ളത്തിൽ കെട്ടിയിരിക്കുന്ന കോട്ടയെ ആത്മശക്തിയാൽ ഇടിച്ചു കളയുക. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കായി റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 19 മുതൽ 24 മുതലുള്ള വാക്യത്തിൽ പൗലോസ് വളരെ വേദനയോടെ പ്രാർത്ഥനയായി പറയുന്നു, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യങ്ങളിലെ അവയവങ്ങളിൽ വെളിപ്പെടുന്ന ഒരു പോരാട്ടത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. എങ്കിലും എന്റെ ബുദ്ധിയോട് പോരാടുന്ന, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അതെ, പൈശാചിക ശക്തികൾ എന്റെ ചിന്താമണ്ഡലത്തോട്, എന്റെ ബുദ്ധിയോട് പോരാടിയിട്ട് എന്റെ അവയവങ്ങളെ പാപത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ മേഖല തിരിച്ചറിയുക സഹോദരങ്ങളെ. ഞാന് ഒത്തിരി ആർട്ടിക്കിൾസ് ഈ സമയത്ത് വായിച്ചപ്പോൾ, സമ്പൂർണമായ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പേഷ്യൻസേ ഇല്ല, തിരക്കേ ഇല്ല. ഞാൻ ചിന്തിച്ചു, കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആർക്കും രോഗമില്ലായിരുന്നോ? ആർക്കും ആശുപത്രി പോകണ്ടായിരുന്നോ? എല്ലാ ദിവസവും അങ്ങ് കംപ്ലീറ്റ് ചെക്കപ്പ്, കാല് കുത്താൻ പല ആശുപത്രിയിലും ഒരു ദിവസം പോലും എല്ലാവരുടെ ബിസി ആയിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഈ പ്രതിസന്ധിയുടെയൊക്കെ സമയത്ത് ആശുപത്രികളിൽ നിങ്ങൾ അങ്ങനെ പോകരുത്, ആശുപത്രി ആവശ്യമില്ലാതെ വിസിറ്റ് ചെയ്യരുത് എന്നൊക്കെയുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെ മുമ്പിൽ പലരുടെ രോഗം പോയി. അപ്പൊ എന്റെ ചിന്തയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, 100-ൽ ഒരു 50% രോഗവും നിന്റെ ചിന്തക്കകത്തുള്ള രോഗമാണ്. ഞാൻ രോഗിയാണോ എന്നുള്ള ചിന്തയാൽ ഉളവാക്കപ്പെട്ട രോഗങ്ങളാണ്. ആശുപത്രി പോയാൽ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് പ്ലേസുകൾ വിസിറ്റ് ചെയ്താൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള ആ ചിന്ത അകത്ത് വന്നപ്പോൾ മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന്. ശ്രദ്ധിക്കണം, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു വലിയ ഫൈറ്റിംഗ് ഉണ്ട്. എപ്പോഴും അതുണ്ട് കേട്ടോ. എന്റെ ബുദ്ധിമണ്ഡലത്തോട് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ ഞാൻ വിജയിക്കാതെ പോയാൽ, തുടക്കത്തിലെ മുളയിലെ അത് നുള്ളാതെ പോയാൽ, അതെന്റെ അവയവങ്ങളിൽ വെളിപ്പെടും. ഒരിക്കലും ഒരു വ്യക്തിയും ഒരു തിന്മയും സഡൻലി ചെയ്യുന്നതല്ല, കാലെ കൂട്ടി ചിന്തിച്ച് തീരുമാനിച്ച് ചെയ്യുന്നതാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന പല ക്രിമിനലുകളും ചെയ്ത പല തിന്മകളും, ഭാര്യയെ കൊലപ്പെടുത്തിയത്, ഭർത്താവിനെ കൊലപ്പെടുത്തിയത്, അടിയുണ്ടാക്കിയത്, മണ്ഡലത്തിനകത്ത് അവൻ ചിന്തിച്ചു പ്ലാൻ ചെയ്ത് കോട്ട പോലെ കെട്ടിയ ആ ചിന്തകളാണ്, ആ മോഹങ്ങളാണ് ഗർഭം ധരിച്ച് പിന്നത്തേതിൽ ഡെലിവറി ആയത്. അതുകൊണ്ട് ആ ഏറിയെ വളരെ പ്രധാനപ്പെട്ട ഏറിയെ കാണണം. ആവശ്യമില്ലാത്ത മോഹങ്ങളെ, ആവശ്യമില്ലാത്ത ചിന്തകളെ ഉള്ളത്തിൽ താലോലിക്കരുത്. അത് സർപ്പം പോലെ നിന്നെ തിരിഞ്ഞു കുത്തും എന്ന സത്യം നീ തിരിച്ചറിയുക. 1 റോമർ 7:19 മുതലുള്ള ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ ചിന്തയിലും തന്റെ ശരീരത്തിലും അനുഭവിച്ച പോരാട്ടത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ, റോമർ 8-ൽ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് താൻ വിജയിച്ചത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. 8-ന്റെ 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവിടെയും കാണുന്ന വചനം ക്രിസ്തു യേശുവിൽ
വിജയമുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധികളില്ല എന്ന സത്യമാണ്. 4-ാമത്തെ വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്തിന്റെ ചിന്തകളെ, ജഡത്തിന്റെ ഇഷ്ടങ്ങളെ ഞാൻ അനുസരിച്ചു നടന്നാൽ എന്നിൽ വെളിപ്പെടുന്നത് ജഡീകമായതായിരിക്കും. അതുകൊണ്ട് ഞാൻ ജഡത്തെ അല്ല അനുസരിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ഇഷ്ടം, എൻ്റെ ജഡത്തിന്റെ താല്പര്യങ്ങളെ ഞാൻ അനുസരിക്കുന്നില്ല. പിന്നെ ഞാൻ ആരെ അനുസരിക്കുന്നു? ഞാൻ ആത്മാവിനെ അനുസരിക്കുന്നു. ഇതിനകത്തുനിന്നൊരു സത്യം ഞാൻ പറയട്ടെ. ശരീരം എന്ന് പറയുന്നത് ഒരു ഭവനമാണ്. ശരീരത്തിന്റെ യജമാനൻ ആണ് ആത്മാവ്. ഈ ശരീരത്തിന്റെ വേലക്കാരനാണ് മനസ്സ്. ഒന്നുകൂടെ ഞാൻ പറയാം. ശരീരം ഒരു ഭവനമാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നല്ലോ. 1 കൊരിന്ത്യർ 3:16. അപ്പൊ ശരീരം എന്ന് പറയുന്നത് ഒരു ഭവനമാണ്. ആ ഭവനത്തിന്റെ, ഈ ഭവനത്തിന്റെ ഓണർ, യജമാനൻ എന്ന് പറയുന്നത് നിന്റെ അകത്തുള്ള നിന്റെ ആത്മാവാണ്. എന്നാൽ ഈ ശരീരത്തെ നയിക്കുന്ന, ജോലി ചെയ്യിക്കുന്ന, വേല ചെയ്യുന്ന ഒരു വേലക്കാരനുണ്ട്. അത് നിന്റെ മനസ്സാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് മനസ്സിൽ വരണ്ടേ? ഒരു കാര്യം നിങ്ങൾക്ക് പ്രവർത്തിക്കും, നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യമല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്നത് നിന്റെ ശരീരത്തിന്റെ വേലക്കാരനാണ്. വേലക്കാരൻ ഒരിക്കലും യജമാനനെ നിയന്ത്രിക്കരുത്. യജമാനൻ വേലക്കാരനെ നിയന്ത്രിക്കണം. യജമാനൻ ആരാണ്? നിന്റെ ശരീരത്തിലുള്ള നിന്റെ ആത്മാവ്. ആ ആത്മാവിലേക്കാണ് ആത്മാവായ ദൈവം വന്നിരിക്കുന്നത്. ആ ആത്മാവിലാണ് പരിശുദ്ധാത്മ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് നിന്റെ ആത്മാവിലാണ്. നിന്റെ ആത്മാവാണ് നിന്റെ ശരീരത്തിന്റെ യജമാനൻ. നിന്റെ മനസ്സ്, നിന്റെ ചിന്ത വെറും ജോലിക്കാരനാണ്, വേലക്കാരനാണ്. പലപ്പോഴും വേലക്കാരൻ യജമാനന് കൊണ്ടു കൊടുക്കുന്നതായ കാഴ്ചകൾ, രംഗങ്ങൾ യജമാനൻ ആസ്വദിച്ച് ഇപ്പം യജമാനനെ വേലക്കാരനാക്കി, വേലക്കാരൻ യജമാനായി തീർന്നിരിക്കുകയാണ് പലരുടെ ശരീരത്തിൽ. കുറച്ചു നേരം ഇത് ചിന്തിച്ച പിടികിട്ടും. പ്രൈസ് ഗോഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സ് എന്ന വേലക്കാരനെ യജമാനനായ ആത്മാവ് നിയന്ത്രിക്കണം. അതാ പൗലോസ് പറയുന്നേ, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ ഞാൻ അനുസരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എപ്പോഴും ഓർക്കുക, മനസ്സാകുന്ന വേലക്കാരൻ കൊണ്ടുവരുന്ന ചിന്തകൾക്കും മനസ്സാകുന്ന വേലക്കാരൻ കൊണ്ടുവരുന്ന പല ആസ്വദിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾക്കും നിന്റെ ആത്മാവിനെ വിട്ടുകൊടുത്താൽ ആത്മാവ് പലപ്പോഴും ഈ ജഡത്തിന് വിധേയപ്പെടേണ്ടി വരും. പക്ഷേ ഈ മനസ്സെന്ന വേലക്കാരനെ ആത്മാവ് വിജയിച്ചാൽ, ചിന്തകളെ വിജയിച്ചാൽ, ആ വിജയിക്കാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വന്തം പവർ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ആ ഭാഗം എടുത്തു പറഞ്ഞപ്പം വ്യക്തമാക്കിയത്, നിങ്ങളെ ദത്തെടുത്തെങ്കിലും, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരെങ്കിലും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെങ്കിലും, നിങ്ങൾ ക്രിസ്തുവിൽ അവകാശികളെങ്കിലും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നെങ്കിലും നിങ്ങളുടെ ജഡത്തെ ആത്മാവിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നോ ബെനിഫിറ്റ്. ഒരു ബെനിഫിറ്റും അതിലില്ല. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ വായിച്ചത് 4-ാം വാക്യമല്ലേ? 5-6 വാക്യങ്ങൾ വായിച്ചേ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും. ചിന്ത സ്വഭാവമായി മാറും. ചിന്തിക്കുന്നത് പ്രവൃത്തിയായി മാറും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. വായിച്ചു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അച്ഛാ, അമ്മാമേ, ബ്രദറെ, സിസ്റ്ററെ, പാസ്റ്ററെ, വിശ്വാസിയെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായി
ദൈവ ഇഷ്ടത്താൽ ജീവിക്കാനുള്ളതാണ്. എൻ്റെ ഈ ആയുസ്സിൽ ഈ ജീവിതം കൊണ്ട് ദൈവപ്രസാദം ഉണ്ടായില്ലെങ്കിൽ ഈ ലൈഫ് കൊണ്ട് എന്താണ് അർത്ഥം? അതുകൊണ്ട് പൗലോസ് പറയുന്നു, ജഡ സ്വഭാവമുള്ളവർക്കാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല, അവർക്ക് പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ആത്മാവുള്ളവരെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവൻ വെള്ളയുടുപ്പിട്ടാലും ക്ലീൻ ഷേവ് ചെയ്താലും പെന്തിക്കോസ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും 10 അടി ഹൈറ്റിൽ പെന്തിക്കോസ് നാളിൽ മുൻ ചാടിയാലും ഇനി എന്തൊക്കെ അവൻ ചെയ്താലും ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പിന്നെ അവൻ ആർക്കുള്ള? അങ്ങനെയാണെങ്കിൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അഭിഷേകം നഷ്ടപ്പെട്ട ശൗലുമാര് പറയുന്നതും വീണ് ചെളി കിടന്ന് നിലത്ത് കിടന്ന് ഉരുളുന്നവന്റെ വാക്കും, പാപത്തിൽ വീണ് ന്യായവിധിക്കായി ദൈവം വെച്ചിരിക്കുന്നവന്റെ വാക്കും, ലോകം നിനക്ക് തരുന്ന ഇൻഫർമേഷനുകളും ശ്രദ്ധിച്ച് നിന്റെ ചിന്താമണ്ഡലത്തിൽ നീ അത് കൊണ്ടുവച്ച് നീ അതിനകത്തായിപ്പോയാൽ നീ ഈ ആത്മീയ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് പരാജയപ്പെടാതെ ഈ പോർക്കളത്തിൽ യുദ്ധം ചെയ്ത് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ തിമോത്തിയോസിനോട്, തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അവന്റെ കൃപയിൽ നീ ശക്തനായി തീരുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. നോക്കുക, ഇവിടെയും ഒരു പട്ടാളക്കാരനോട്, ഒരു യോദ്ധാവിനോട് തുലനം ചെയ്തുകൊണ്ടാണ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനെ പൗലോസ് സംബോധന ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോർക്കളത്തിൽ, ഈ പോരാട്ടത്തിൽ പോരാടുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആർമിയാണ്. ദൈവത്തിന്റെ ആർമിയാണ്. ഒരു പട്ടാളക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതായ ബേസിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നിഷ്ഠയും അനുഷ്ഠാനങ്ങളും സമർപ്പണവും വളരെ ആഴമുള്ളതാണ്. ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലാതെ അവൻ അതിലേക്ക് കയറി വരത്തില്ല. എപ്പോഴും ഒരു പട്ടാളക്കാരൻ നല്ലൊരു പട്ടാളക്കാരനായി തീരുന്നത് ഒരു ട്രെയിനിങ്ങിലൂടെയാണ്. ഇവിടുന്ന് ബാഗ് എടുത്തോണ്ട് കാശ്മീരിൽ പോയത് കൊണ്ടോ, ഇവിടുന്ന് ഒരു ബാഗ് എടുത്തോണ്ട് കാർഗിൽ അതിർത്തിയിൽ ഒരു തോക്കും പിടിച്ചു നിന്നുകൊണ്ടോ നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയണമെങ്കിൽ നിനക്ക് അതിശക്തമേറിയ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. ആ ട്രെയിനിങ് നിനക്ക് തരുന്നത് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എൻ്റെ കൂടെ കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. എന്തുണ്ടുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയില്ല. പട്ടാളത്തിൽ ചേർന്ന ഒരു മനുഷ്യൻ, ഒരു രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി, എനിക്കിപ്പോ എന്റെ ഭാര്യയെ കാണണം, എനിക്കിപ്പോ എന്റെ മക്കളെ കാണണം, എപ്പോഴും ഭാര്യ, മക്കൾ, വീട്, എന്റെ ഭൗതിക നന്മ, എന്റെ വീട്ടിലെ കാര്യം എന്നായി, അവിടുത്തെ കാര്യം എന്തായെന്ന ചിന്തയോടെ നിന്നാൽ അവന് ആ യുദ്ധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അവന്റെ മനസ്സ് എപ്പോഴും നിരാശമായിരിക്കും. എപ്പോഴും തിരിച്ചറിയുക, കർത്താവിന്റെ രാജ്യത്തിനകത്ത് നിൽക്കുന്നവരോടാണ് ഇന്നത്തെ സന്ദേശം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല.
ആ വ്യവസ്ഥക്കനുസരിച്ച്, വ്യവസ്ഥ പ്രകാരം മാസ്റ്ററിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിങ്ങൾ പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. ഇത് വെറുതെയുള്ള പോരാട്ടമല്ല, ഇതാ ലോഫുള്ളി ഉള്ള പോരാട്ടമാണ്, ചട്ടപ്രകാരമുള്ള യുദ്ധമാണ്. അതുകൊണ്ട് 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം. ഇനിയൊന്ന് ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ തിമോത്തിയോസ് ആരാന്ന് പറഞ്ഞു, ദൈവരാജ്യത്തിൽ തിമോത്തിയോസ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതേ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നിന്നെ കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അവിടെ എഴുതിയിരിക്കുന്ന പദം എന്ന് പറയുന്നത് മൈറ്റസ്റ്റ് വാർ എ ഗുഡ് വാർഫെയർ എന്നുള്ളതാണ്. നീ നല്ല നല്ല യുദ്ധസേവ ചെയ്യുക. തിമോത്തിയോസേ, നീ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? നിനക്ക് മുൻപുണ്ടായിരുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണം, നിന്റെ മേളിൽ വെളിപ്പെട്ട വാഗ്ദത്തങ്ങൾ, നിന്റെ മേളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രവചനങ്ങൾ, നിന്റെ മേളിൽ ദൈവം തന്ന ആലോചനകൾ നിനക്ക് നിവർത്തിച്ചെടുക്കുവാൻ കഴിയണമെങ്കിൽ, നീക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ, ഒന്നുകൂടെ പറയാം സിസ്റ്ററെ, ബ്രദറെ, നീ കേട്ട വാഗ്ദത്തങ്ങൾ നിനക്ക് കൈവരിക്കാൻ കഴിയണമെങ്കിൽ ഒരു വാർഫെയറിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. ഈ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന എനിക്ക് ഈ കാര്യം എൻ്റെ അനുഭവം, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഒപ്പം നിൽക്കുന്നവർ, ചേർന്ന് നിൽക്കുന്നവർ ഒരു പക്ഷേ ഇത് മനസ്സിലാക്കുകയില്ല. ഒരു ട്രെയിൻ എഞ്ചിൻ ഉണ്ടെങ്കിൽ ബോഗിക്ക് എന്നാ അറിയാനാ, ബോഗി ചേർന്നങ്ങ് കെട്ടി നിന്നാ മതിയല്ലോ, വലിച്ചോണ്ട് പൊക്കോളുമല്ലോ. പക്ഷെ എഞ്ചിൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലെ പല വാഗ്ദത്തങ്ങളും വെളിപ്പെട്ടു വരാൻ, പല വാഗ്ദത്തങ്ങളും നിറവേറപ്പെട്ടു വരാൻ, അതിൻ്റെ പിറകിലുള്ള ഫൈറ്റ്, യുദ്ധം എത്ര അധികമാണെന്നറിയാവോ? എത്ര ആഴമുള്ളതാണെന്നറിയാവോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവം പറഞ്ഞ ആലോചനകൾ, വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ വ്യക്തമാക്കുന്നു, തിമോത്തിയോസേ, നിനക്കുണ്ടായ പ്രവചനത്തിനൊത്തവണ്ണം നിനക്കൊരു നല്ല വിശ്വാസവും മനസാക്ഷിയും ഉള്ളവനായി അതനുസരിച്ച് നിനക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ ഒരു യുദ്ധത്തിലൂടെ സാധിക്കുകയുള്ളൂ. ദാനിയേൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ തന്റെ വിടുതലുമായി ഗബ്രിയേൽ ദൂതൻ വന്നു എങ്കിൽ ആ വിടുതലിനെ പേർഷ്യൻ ശക്തി, പാഴ്സി പ്രഭു, ആ ദേശത്തിലെ അന്ധകാര ശക്തികൾ അതിനെ തടഞ്ഞെങ്കിൽ 21 ദിവസത്തെ പ്രാർത്ഥനയിലുള്ള യുദ്ധത്തിലാണ് 21-ാം ദിവസം പ്രധാന ദൂതനായ മീഖായേൽ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന് ആ അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിച്ച ശക്തിയെ വെട്ടിമാറ്റി ആ വിടുതൽ അവന്റെ കരത്തിൽ ഏൽപ്പിച്ചത്. പ്രവചനവും കേട്ട് പൊടിയും തട്ടിപ്പോകുന്ന നിന്റെ വീട്ടിലോട്ട് പറഞ്ഞ ദൂതുകൾ കയറി വരണമെന്നില്ല. പ്രവചനം കേട്ടിട്ട് പാപജീവിതത്തിൽ ജീവിക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രവചനം നിവർത്തിക്കപ്പെടണമെന്നില്ല. കേട്ട പ്രവചനങ്ങൾ കൊത്തവണ്ണം പ്രാർത്ഥനാ മുറിയിൽ യുദ്ധം ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നിനക്കുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തവും വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, യുദ്ധത്തിലൂടെ, യുദ്ധസേവയിലൂടെ മാത്രമേ നിനക്കതിനെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. എഫേസ്യർ 6:10 ആ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ആത്മശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ചിന്തകളെ ജയിക്കാൻ കഴിയൂ. ആ ആത്മശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ കോട്ടകളെ ഇടിക്കാൻ കഴിയൂ. ആ ആത്മശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ കേട്ട പ്രവചനം ആ ആത്മാവിന്റെ യുദ്ധത്തിൽ മാത്രമേ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. വളരെ ക്ലിയർ ആണിത്, വളരെ വ്യക്തമാണ്. യേശു കർത്താവ് ഞാൻ 3-ാം നാൾ ഉയർക്കുമെന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിന്റെ പ്രവചനത്തിന്റെ മുമ്പിലാണ് അത് നിറവേറാതിരിക്കാനുള്ള കല്ലും, അത് നിറവേറാതിരിക്കാനുള്ള ചങ്ങലയും,
അത് നിറവേറാതിരിക്കാനുള്ള റോമ ഗവൺമെന്റിന്റെ മുഴുവൻ സെറ്റപ്പുകളും കല്ലറയിൽ ഉണ്ടാക്കി പട്ടാളക്കാരെ കാവൽ നിർത്തിയത്. വാഗ്ദത്തമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഒരു പാസ്റ്റർ നിങ്ങളോട് പ്രവചിച്ചതോ വിശുദ്ധ ബൈബിളിൽ നിന്ന് നിങ്ങൾ കേട്ടതോ ആയ പ്രവചനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ ആത്മീയ ഉഴപ്പന്മാർക്കും അലസന്മാർക്കും പ്രാർത്ഥനാ ജീവിതമില്ലാത്തവർക്കും ലഭിക്കില്ല. പ്രവചിച്ച പാസ്റ്ററയോ പറഞ്ഞ ഉപദേശിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിമോത്തിയോസേ, നിനക്ക് മുൻപുണ്ടായ പ്രവചനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിൽ അതിനകത്തൊരു യുദ്ധം, ഒരു വാർ ഉണ്ടാകണമെന്ന് പറഞ്ഞ സത്യത്തെ വിസ്മരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് വരെ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ആയിരക്കണക്കിന് ദൂതുകൾ വ്യക്തിപരമായ അനവധി ദൈവദാസന്മാരോട് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക വാഗ്ദത്തം ദൈവം എനിക്ക് തന്നത് ദൈവസന്നിധിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിച്ച് ആ വിഷയം ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അതിനു വേണ്ടി ഒന്ന് ഉപവാസത്തിൽ പോരാടുമ്പോൾ ആ വാഗ്ദത്തത്തിന്റെ കലവറ എൻ്റെ മുമ്പിൽ തുറന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ പല കാര്യങ്ങളും, ദൈവം അറിയിച്ച പല കാര്യങ്ങളും മൈൻഡ് പോലും ചെയ്യാതെ, ശ്രദ്ധിക്കാതെ, അറിഞ്ഞു വന്നോളും എന്ന് ചിന്തിച്ച് നടന്ന പലതും ലഭിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല, കിട്ടത്തുമില്ല. പ്രോമിസിൽ നിങ്ങൾക്ക് എത്തണോ? എന്തായിരുന്നു ഇസ്രായേൽ ജനം? വാഗ്ദത്ത നാട്ടിലെത്താൻ അവരുടെ മുമ്പിൽ ഒരു യുദ്ധം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിലല്ലേ പലതും പരാജയപ്പെട്ടു പോയത്. ആ യുദ്ധത്തിൽ വിജയിച്ച കുറച്ചെണ്ണം അല്ലേ അക്കരെ പോയുള്ളൂ. എപ്പോഴും വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തത്തെ പ്രാപിക്കുന്നത് ശരിക്കും പ്രാർത്ഥനാ മുറിയിൽ ഒരു ഫൈറ്റിലൂടെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോമിസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിഞ്ഞു വന്നോളും എന്ന് ചിന്തിച്ചിരിക്കാതെ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ എടുത്തുയർത്തി അതിനെ തടയുന്ന ശക്തികളെ വെട്ടിമാറ്റി പ്രാർത്ഥനയിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ഏറ്റുപറയേണ്ടതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ആത്മമണ്ഡലത്തിൽ നീ ശ്രദ്ധാലുവായി നിന്നുകൊണ്ട് ആത്മശക്തിയാൽ അതിനെ പോരാടി ജയിച്ച് നിന്റെ വാഗ്ദത്തങ്ങളെ സ്വീകരിക്കുക. പലതും എടുത്തു പറയാൻ നേരെയില്ല സഹോദരങ്ങളെ. വേദപുസ്തകത്തിലെ പല പ്രോമിസുകളും ഭക്തന്മാരും വിശുദ്ധന്മാരും ദൈവജനവും പ്രാപിച്ചത് പ്രാർത്ഥനയിലും ആത്മീക പോരാട്ടത്തിലുമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇനി 11-ാമത്തെ വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. ഹല്ലേലൂയ. അവിടെ may be able to stand against the wiles of the devil. Able to stand, നിൽക്കാൻ കഴിയേണ്ടതിന്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇത് ഇരുന്ന് ചെയ്യേണ്ട യുദ്ധമല്ല, ഇത് കിടന്ന് ചെയ്യേണ്ട യുദ്ധമല്ല. പൈശാചിക മണ്ഡലത്തോട് എതിർത്ത് കിടക്കുക, എതിർത്തിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, എതിർത്ത് നിൽക്കാനാ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുവാൻ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ, റെസ്സിൽ എന്നൊരു റെസ്ലിംഗിന്റെ ഒരു പദം അവിടെ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. 12-ാമത്തെ വാക്യത്തിലാണെന്ന എന്റെ ചിന്ത. For we wrestle not against flesh and blood. റെസ്സിൽ എന്ന് പറഞ്ഞ എന്നാ? എല്ലാവർക്കും അറിയാം. റെസ്ലിംഗ് കണ്ടിട്ടില്ലേ? വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ, WWF. ഇതൊരു റെസ്ലിംഗാ, ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ആണ്. സ്തോത്രം. ഇവിടുത്തെ അഭിനയിച്ച് കാണിക്കുന്ന റെസ്ലിംഗ് അല്ല ഇത് കേട്ടോ. കാശുണ്ടാക്കാൻ ടിക്കറ്റ് വെച്ച് നടത്തുന്ന റെസ്ലിംഗ് അല്ല ഇത്. ഇത് നല്ല ഒന്നാം തരം റെസ്ലിംഗാ. ഇതാ കറക്റ്റ് റെസ്ലിംഗ്. ഇംഗ്ലീഷിൽ അതിന്റെ കറക്റ്റ്. നമുക്ക് ഈ പോരാട്ടം എന്ന് 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ, KJV എല്ലാ ട്രാൻസ്ലേഷൻ, for we wrestle not against flesh. ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ആണിത്. This is a wrestling. എന്താ റെസ്ലിംഗിന്റെ പ്രത്യേകത? ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയാൽ നിന്റെ മോന്തയ്ക്ക് ഇടിയുള്ളൂ. നീ ഒന്ന് ഉഴപ്പിയ നിന്നെ എടുത്ത് മലത്തി അടിച്ച് 1, 2, 3, 4 പറഞ്ഞ് നിന്നെ തോപ്പിച്ചു വിടും. എന്നാൽ
ഫൈറ്റ് ചെയ്ത്, ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ചെയ്ത്, പച്ച മലയാളത്തിൽ പറഞ്ഞ പൈശാചിക മണ്ഡലത്തോട് ഇടിച്ചു നിൽക്കണം. ഇടിച്ചു നിൽക്കാത്തവൻ ദാ പൊടിഞ്ഞു കിടക്കുന്നു, ഒരു ഗുണമില്ലാതെ. ഇനിയിപ്പോ ആകെ തണുപ്പുള്ള മുറിക്കകത്ത് കിടന്ന ഫേസ്ബുക്ക് എഴുതാൻ മാത്രം അറിയാം. ആർക്കൊരു ഗുണമില്ല. ഒരു ആത്മാവിനെ നേടുകയോ 10 പേരെ കർത്താവിലോട്ട് കൊണ്ടുവരികയോ മനുഷ്യർക്കൊരു സഹായം ചെയ്യുകയോ യാതൊരു ഗുണവും ഇവനെ കൊണ്ടില്ല. കാരണം ഇവൻ ഈ ആത്മീയ പോരാട്ടത്തിൽ എവിടെയോ വീണ് പരാജയപ്പെട്ടവനാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചത് ഈ പോരാട്ടത്തിൽ പരാജിതരാകാനല്ല, വിജയിക്കാൻ വേണ്ടിയാണ്. ഈ പദമൊക്കെ ഞാൻ എടുത്തു പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഒന്ന് തുറക്കണേ. ഈ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ എന്നാ ഈ പൗലോസ് ഉദ്ദേശിച്ചതെന്നും കൂടെ ഞാനെന്ന് പറയാം, ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഈ പോരാട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ കൊമ്പ് വെച്ച സാധനവും ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇരുട്ടിന്റെ ശക്തികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് പറയുമ്പം നോ പൗലോസ് ഇത് എന്നാ പറഞ്ഞെന്ന് പറയാം. 3 കൂട്ടരെ കുറിച്ച് പൗലോസ് പറയുന്നു. അത് പറഞ്ഞേച്ചാണ് ഇത് പറഞ്ഞത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്ന് അതാദ്യം മനസ്സിലാക്കണേ, മനുഷ്യനോടല്ല കേട്ടോ. അത് പറഞ്ഞേച്ചാ ഇത് പറഞ്ഞ. എന്താ, ആരാണ് ഈ 3 കൂട്ടർ? ഒന്നാമത്തെ കൂട്ടർ ഭാര്യയും ഭർത്താവും. 5-ാമത്തെ അധ്യായത്തിൽ എഫേസ്യർ 5:22 മുതലുള്ള വാക്യത്തിൽ ആദ്യത്തെ കൂട്ടരെ അവിടെ കാണാം, ഭാര്യയും ഭർത്താവും. 2-ാമത്തെ കൂട്ടർ എഫേസ്യർ 6:1 കാണാം, മക്കളും മാതാപിതാക്കളും. 3-ാമത്തെ കൂട്ടർ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യം, ദാസന്മാരും യജമാനന്മാരും. ഈ 3 കൂട്ടത്തെയാണ് എപ്പോഴും പിശാച് യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒന്ന്, ഭാര്യ ഭർത്താവ്, കുടുംബം. കുടുംബ ജീവിതത്തിൽ ഫൈറ്റിങ്ങുകൾ അനുഭവിക്കുന്നവർ, യുദ്ധം ചെയ്യുന്നവർ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമാക്കുന്ന സാഹചര്യങ്ങൾ. 2, അപ്പനും മക്കളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലെ വീഴ്ചകൾ. 3, ദാസനും യജമാനനും. ഓർക്കുക, ഭാര്യ ഭർത്താവ്, ഇത്രയേ ഉള്ളൂ ഭൂമി. മനുഷ്യൻ ഇത്രയും റോളുകളിൽ മാത്രം കറങ്ങുന്നവനറിയാവും. ഈ 3 റോളുകളിൽ മാത്രം നിൽക്കുന്നവനാ മനുഷ്യൻ. ഒന്നെങ്കിൽ നിങ്ങളൊരു ഭാര്യ, അല്ലെങ്കിൽ നിങ്ങളൊരു ഭർത്താവ്. ഇതല്ലെങ്കിൽ ജനിക്കാതെ പറ്റുകയല്ലോ ഇതാവാൻ, നിങ്ങൾ മക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ. ഇതുമല്ലെങ്കിൽ നിങ്ങളൊരു ബോസ്, ഏതോ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആള്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. ഭാര്യ ഭർത്താവ്, മക്കൾ മാതാപിതാക്കൾ, യജമാനൻ ദാസൻ. ഈ 3 കൂട്ടത്തെ കുറിച്ച് പറഞ്ഞാണ് പൗലോസ് ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഒടുവിൽ, ഇത് നിങ്ങൾ കേട്ടല്ലോ, ഭാര്യ ഭർത്താക്കന്മാരുടെ കർത്തവ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. മക്കൾക്ക് മാതാപിതാക്കളോട് ഉണ്ടായിരിക്കേണ്ടതായ കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ ദാസനും യജമാനനും എങ്ങനെയായിരിക്കണമെന്ന് കേട്ടല്ലോ. കേട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതൊന്ന് വായിക്കാനും കൂടെ പോവാം, വായിച്ചങ്ങ് വിടാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയായി ഫൈറ്റ്? സഹോദരങ്ങളെ, ലിസൺ. ഇനിയുള്ള സമയം ഞാൻ വളരെ ഗൗരവമുള്ള 1-2 കാര്യം. എവിടെയാണ് നമുക്ക് യുദ്ധം? ഈ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നമാണോ നിങ്ങളുടെ യുദ്ധം? അയ്യോ, ഞാനിന്ന് ഏതാണ്ടൊക്കെ കണ്ടു, അതാണോ യുദ്ധം? നോ. നിങ്ങളുടെ ഡ്രീമിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നുമല്ല റിയൽ വാർ. റിയൽ വാർ അവിടെയല്ല കിടക്കുന്നത്. പലരെയും പിശാച് തോപ്പിച്ച, പരാജയപ്പെടുത്തിയ ഏറിയ ഏതൊക്കെയാണെന്നറിയാവോ? ഭാര്യ ഭർത്തൃബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം, വിധേയപ്പെട്ടിരിക്കേണ്ടവർക്ക് വിധേയപ്പെടാതെ മറുതലിച്ചു പോയതിനാൽ ഉണ്ടായ തകർച്ച. ഇതിന്റെ എല്ലാം പിറകിൽ ആരാണ് എന്ന സത്യം തിരിച്ചറിയണം. പിശാച് ഒരു കുടുംബത്തെ തകർത്ത് കളഞ്ഞാൽ,
ഭാര്യ ഭർത്തൃ ബന്ധം തകർന്നു പോയാൽ പിന്നെ എന്നാ ആത്മീയ ജീവിതം? കുടുംബ ബന്ധത്തിൽ തകർന്നു പോയാൽ പിശാച് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏറിയാണത്. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഐക്യത നഷ്ടപ്പെടുത്താനും ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ആ സ്നേഹം ഇല്ലാതെയാക്കാനും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയാനും പിശാച് അവന്റെ ആയുധങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ ഓൺലൈൻ സർവീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഭർത്താവ് ഭാര്യയ്ക്ക് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ചെയ്യേണ്ടതാണ്. എല്ലാ കാലത്തും എല്ലാ സമയത്തും കുടുംബങ്ങളെ തകർക്കുവാൻ, കുടുംബത്തിനകത്ത് ഞാൻ പറയാം, നിങ്ങൾ എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പ്രസംഗകനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പ്രവാചകനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ജോലിക്കാരനാണെങ്കിലും, $1 million ടേൺ ഓവർ നിങ്ങൾക്ക് എല്ലാ മാസമുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സാത്താൻ നിങ്ങളെ ഉടച്ചു കളഞ്ഞാൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇല്ലായ്മ ചെയ്തു കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ അസ്വസ്ഥമായിരിക്കും. അപ്പൊ ഫൈറ്റ് നമ്മൾ കാണുന്നത്, പ്രധാനമായി കാണുന്നത് ഈ 3 ഏരിയയിലാണ്. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ടു ബി വെരി കെയർഫുൾ, ടു ബി വെരി കെയർഫുൾ. ഇതാരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ കുടുംബ ബന്ധം തകർന്നു പോകാൻ അനുവദിക്കരുത്. പിശാചിന് വിട്ടുകൊടുക്കരുത്. പണം ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യവും നടന്നില്ലെങ്കിൽ വേണ്ട, വഴക്കുണ്ടാക്കരുത്. ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവം, അറിയാവോ? ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ ഈ ഫോണിന്റെ മുമ്പിലോ ഒക്കെ വചനം കേട്ടോണ്ടിരിക്കുന്നില്ലേ? യു ആർ വെരി സേഫ്. ചർച്ചയിൽ വന്നിരിക്കുന്നില്ലേ? യു ആർ വെരി സേഫ്. ചർച്ചയിൽ വന്ന് ബൈബിളും ഒക്കെ ആയിട്ട് വന്നിരുന്ന് പാടി പ്രസംഗം, യു ആർ വെരി സേഫ്. പക്ഷെ ഈ ചർച്ചിനകത്ത് നിന്ന് ഇറങ്ങി ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു ഏറിയുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ഫൈറ്റ്. അവിടെയാണ് നിങ്ങളുടെ ഫൈറ്റ്. അവിടെ നിങ്ങൾ അതിനെ വിജയിക്കുന്നവരാകണം. എത്രയോ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ പിശാച് ഉടച്ചു കളയാൻ വലിയ ശ്രമങ്ങൾ നടത്തി. ബന്ധം പിശാച് ടാർഗറ്റ് ചെയ്യുന്ന ഏറിയാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അത് ന്യായമല്ലോ. എന്തിനു വേണ്ടി? നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ. അപ്പം പേരൻസുമായിട്ടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളെ തെറ്റിക്കുവാൻ പിശാചിന് കഴിഞ്ഞാൽ 2 വാഗ്ദത്തങ്ങൾ നിന്നിൽ നിന്ന് പിശാചിനെ എടുത്തങ്ങ് മാറ്റാൻ പറ്റും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പൈശാചിക മണ്ഡലങ്ങൾ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളെ തെറ്റിക്കുവാനായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പ്രധാന 2 വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. അതെന്നാന്നറിയാവോ? ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട നന്മയും ദീർഘായുസ്സും. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ കുടുംബജീവിതത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, അവിടെയെല്ലാം നിനക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയണം. ഇനി എഫേസ്യർ 6:5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ദാസന്മാരെ, ജഡപ്രകാരം യജമാന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക്
കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ലിസൺ, ഞാൻ സ്പിരിച്വൽ ബാറ്റിൽ, ആത്മീക പോരാട്ടത്തിൽ പ്രധാനമായ 3 ഏരിയകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, കുടുംബം, ഭാര്യയും ഭർത്താവും. ആ ബന്ധത്തിനകത്ത് ശത്രു കൊണ്ടുവരുന്നതായ യുദ്ധം, ഫൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വിശ്വസ്തനായിരിക്കണം. നിങ്ങളെ ദൈവം ഒന്നാക്കി ചേർത്തപ്പോൾ കർത്താവ് നിങ്ങളോട് അറിയിച്ചതായ അവൻ്റെ വചനങ്ങളെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ നിറവേറ്റുന്നവരായിരിക്കണം. മക്കൾ മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം. ഇവിടേക്കാ സഹോദരങ്ങളെ ഫൈറ്റ് എന്ന് പറയുന്നത്. നിന്റെ മൊബൈൽ ഫോണിനകത്തുള്ള ആവശ്യമില്ലാത്ത കോണ്ടാക്റ്റുകൾ, ബന്ധങ്ങൾ. മക്കള് ട്യൂഷന് പോവുക, ട്യൂഷന് പോയിട്ട് 6 മണിയാകുമ്പം വരേണ്ട ആള് 7 മണിയായിട്ടും വന്നില്ല. 8 മണിയായപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പം എവിടെ പോയാടാന്ന് അപ്പനും അമ്മയും ചോദിക്കുമ്പോൾ, അത് ഇന്ന് എനിക്കൊരു പ്രത്യേകമായ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഇന്നൊരു പ്രത്യേകമായ ക്ലാസ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഈ പറയുമ്പോൾ തന്നെ അത് പറയുന്നത് ഒക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുന്ന ഒരു സന്തോഷം ഉണ്ടാകത്ത്. ആ അപ്പനോടും അമ്മയോടും അത് പറയുന്ന സമയത്ത് മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നീ അവിശ്വസ്തത അതൊക്കെയാ ഫൈറ്റ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാ ഫൈറ്റ്. അതിനെ എങ്ങനെ ജയിക്കണം എന്നുള്ള ആയുധം ആ പൗലോസ് ആദ്യം തൊട്ടേ പറയുന്ന, അരയ്ക്ക് എന്ത് കെട്ടണം? സത്യം കെട്ടണം. അതൊക്കെയാണ് റിയൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ അത് ആ ഏരിയയിലോട്ട് വരികയാണ്. ദാസന്മാരും യജമാനന്മാരും കണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ, ബോസിന്റെ കാർ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എന്നോ ടൈയൊക്കെ മുറുക്കി കെട്ടി, ബോസിന്റെ വണ്ടി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് കമ്പ്യൂട്ടറെല്ലാം തിരിച്ചു വെച്ച് അതിനകത്ത് യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്ന എല്ലാം മാറ്റി അതിനകത്ത് PDF ഫയലാക്കി എന്തെല്ലാം സെറ്റപ്പാ ചെയ്യുന്നത്. ഇതാണ് ഫൈറ്റ്. യജമാനൻ നിന്നെ കാണാതിരിക്കുമ്പോൾ, നിന്റെ ഓഫീസിൽ ബോസ് ഇല്ലാതിരിക്കുമ്പോൾ, നിന്റെ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡിനെ അവിടെ വിശ്വസ്തരായിരിക്കേണ്ടതിനെ വിജയിക്കാൻ കഴിയണം. പാസ്റ്ററിനെ കാണുമ്പോൾ എന്തൊരു ഭക്തി, പ്രാർത്ഥന, എന്നെല്ലാം. പാസ്റ്റർ നിന്നെ കാണാതിരിക്കുമ്പോൾ നീ ഫൈറ്റിലാണ്. ആ യുദ്ധത്തിൽ നീ വിജയിക്കണം. അതാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്, ദൃഷ്ടി സേവകളാലല്ല എന്ന്. കണ്ടോ, വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൃഷ്ടി സേവകളാലല്ല, മനുഷ്യനെ കാണിക്കാനല്ല. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുവീൻ. എന്നാന്നറിയാവോ? താഴെ എഴുതിയിട്ട് 9-ാം വാക്യത്തിൽ, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. ബോസിന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് ഒറ്റ യജമാന. സീനിയർ പാസ്റ്ററിനും ജൂനിയർ പാസ്റ്ററിനും ഒറ്റ യജമാന. സഭയിലെ പാസ്റ്ററിനും വർഷിപ്പ് ലീഡറിനും ഒറ്റ യജമാന. നിന്റെ ദൈവവും എൻ്റെ ദൈവവും ഒന്നാണെന്നും ഈ ദൈവം സ്വർഗത്തിലുണ്ടെന്നും നീ മനസ്സിലാക്കണം. നീ ആരെയായി പറ്റിക്കുന്നേ? നീ ആരെയായി കബളിപ്പിക്കുന്നേ? നീ ആരോടാണ് ഈ ചതി കാണിക്കുന്നേ? അതുകൊണ്ട് പൗലോസ് വ്യക്തമാക്കുന്നു, അവന് മുഖപക്ഷയില്ലെന്നും അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും. ഒരു പാവപ്പെട്ടവനോട് ഭീഷണി മുഴക്കുമ്പം ഈ വലിയ പുള്ളി അറിഞ്ഞിരിക്കണം, ആ ഭീഷണിയുടെ വാക്ക് കേൾക്കുന്നവന്റെ ദൈവവും ഈ ഭീഷണിപ്പെടുത്തുന്നവന്റെ ദൈവവും ഒന്നാണെന്ന്, യജമാനൻ ഒന്നാണെന്ന്, ഇവരെ രണ്ടുപേരെ ഒരുപോലെ അറിയുന്നവൻ ഈ ദൈവമാണെന്ന്. അതുകൊണ്ട് ഭീഷണി വാക്കുകളെല്ലാം ഒഴിവാക്കി യജമാനൻ ദാസനോടും ദാസൻ യജമാനനോടും വിശ്വസ്തത കാണിക്കട്ടെ. അവിശ്വസ്തത കാണിക്കാൻ നിനക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ നീ വിജയിക്കുമ്പോഴാണ് നീ ഈ ആത്മീക പോരാട്ടത്തിൽ വിജയിക്കുന്നത്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നീ വിശ്വസ്തത പുലർത്തുമ്പോഴാണ് നീ ഈ ആത്മീക പോരാട്ടത്തിൽ വിജയിക്കുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നീ വിജയിക്കുമ്പോഴാണ് നീ ആത്മീക പോരാട്ടത്തിൽ വിജയിക്കുന്നത്. അല്ലാതെ സ്വപ്നത്തിൽ കാണുന്ന ഏതോ കൂരിരുട്ടല്ല ഈ പോരാട്ടം. ദൈനംദിന ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ നിന്റെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങളെ നീ പ്രാർത്ഥനയോടെ ഓവർകം ചെയ്യുന്നതാണ് ഈ ആത്മീക പോരാട്ടത്തിലെ വിജയം. അവിടെയല്ലേ പലരും പരാജയപ്പെട്ടു പോയത്, അതിലല്ലേ പലരും വീണു പോയത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പാസ്റ്റർ ഒരു സ്വപ്നം കണ്ട കാരണം കൊണ്ട്, ഏതെങ്കിലും ഒരു ബാഡ് ഡ്രീം കണ്ടത് കൊണ്ടോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 വെളിപ്പാട് കണ്ട കാരണം കൊണ്ടോ ഏതെങ്കിലും പാസ്റ്റർമാർ ആത്മീയ ലോകത്തിൽ വീണിട്ടുണ്ടോ? വീണത് പെണ്ണ് കേസിൽ, പണക്കേസിൽ, ലോകപരമായ കാര്യത്തിൽ, ഭാര്യയോട് അവിശ്വസത കാണിച്ചത്, ഭർത്താവിനോട് അവിശ്വസത കാണിച്ചത്, മക്കളോട് അവിശ്വസത കാണിച്ചത്, സഹപ്രവർത്തകരോട്, പ്രവർത്തന മേഖലയോട് അവിശ്വസത. അപ്പൊ പോരാട്ടം എവിടെയാ? ഫൈറ്റ് എവിടെയാണെന്ന് തിരിച്ചറിയണം. ഫൈറ്റിംഗ് വെളിപ്പെടുന്ന എവിടെയാണ്? ആ ആത്മീക പോരാട്ടത്തിൽ വിജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂ. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും. 2 സ്ഥലത്ത് പൗലോസ് പറയുന്നുണ്ട്, വിത്ത് സ്റ്റാൻഡ് നിൽക്കുക, സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്പർ 1, ഇന്ന് ഇത് മുഴുവൻ കാര്യങ്ങൾ എടുക്കാനുള്ള നേരെയില്ല. നമ്പർ 1, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. 2, നീതി എന്ന കവചം ധരിക്കുക. 3, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. 4, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുക. 5, രക്ഷ എന്ന ശിരസ്ത്രം. 6, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. 7, സകല സമയങ്ങളിലും ഏതു നേരത്തും ആത്മാവിലുള്ള പ്രാർത്ഥന. 7 കാര്യങ്ങൾ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. നമ്പർ 1, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രധാനമായും പറയുന്നത് ഒരു റോമൻ പട്ടാളക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. റോമൻ പട്ടാളക്കാരന്റെ വസ്ത്രധാരണം, ആ പട്ടാളക്കാരന്റെ ഡ്രസ് കോഡ് വളരെ ഡിഫറെന്റ് ആണ്. ഒരു റോമൻ പട്ടാളക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ഇത് വ്യക്തമാക്കുന്നത്. ഒന്നാമതായി തിരിച്ചറിയുക, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. ഞാനൊരു വാസ്തവമായ കാര്യം ഇതിൽ നിന്ന് പറയട്ടെ. ഈ ബെൽറ്റ് എന്ന് പറയുന്നത് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യമാകുന്ന ബെൽറ്റ് ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ അരയിലുണ്ടാകണം. നാം ജീവിക്കുന്ന ഈ കാലം, ഈ കാലഘട്ടം സത്യം നഷ്ടപ്പെട്ട, സത്യസന്ധത നഷ്ടപ്പെട്ട ഒരു കാലമാണ്. ആരെ നമുക്ക് വിശ്വസിക്കാം, ആരെയാ നമുക്ക് വിശ്വസിച്ചു കൂടാത്തത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത, നല്ല നാണയം ഏതാണ്, കള്ളനാണയം ഏതാണെന്ന് അറിയാത്തൊരു കാലഘട്ടം. ഈ സാഹചര്യത്തിൽ അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പൗലോസ് പറയുന്നു. എന്താണ് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്? വേദപുസ്തകത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ സത്യദൈവം, സത്യവചനം, സത്യസുവിശേഷം, സത്യത്തിന്റെ ആത്മാവ്, എല്ലാം ട്രൂത്ത് ആണ്. സത്യദൈവം, സത്യവചനം, സത്യസുവിശേഷം, എവറിത്തിങ് ഈസ് ട്രൂത്ത്, സത്യമാണ്. കൊണ്ട് നടക്കുന്ന ബൈബിളും സത്യവേദ പുസ്തകമാണ്. അപ്പൊ ഒരു ഭക്തൻ, ഒരു ദൈവ പൈതൽ, അവന്റെ ജീവിതത്തിൽ ആത്മീക പോരാട്ടത്തിൽ നിൽക്കുന്നവൻ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം. ഇന്നത്തെ ഈ ലോകത്തിൽ തന്നെ പല പ്രതിസന്ധികൾ നമ്മൾ കാണുന്നു. പല ആൾക്കാരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദേശത്തിൽ ഈ പ്രശ്നമെല്ലാം വന്നേ? എന്താണ് ഈ ദേശത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? അതിന്റെ കാരണം എന്താണ്? ഹോശേയ എന്ന പ്രവാചകൻ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങളിൽ, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ൽ ഹോശേയ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളുടെ ഒരു വ്യവഹാരമുണ്ട്. ദേശത്തിൽ സത്യമില്ല, ദയയില്ല, ദൈവ പരിജ്ഞാനമില്ല. താഴോട്ടൊന്ന് വായിച്ചേ. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും
വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയും അരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. ദേശത്തിൽ സത്യമില്ല, ദൈവഭയമില്ല, ദൈവപരിജ്ഞാനമില്ല. സർവോപരി അവർ വ്യഭിചാരം ചെയ്യുന്നു, ഭോഷ്ക് പറയുന്നു, മോഷ്ടിക്കുന്നു, ആണയിടുന്നു. ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് അവർ പുരോഹിതന്മാരോട്, ദൈവദാസന്മാരോട് തർക്കിക്കുന്നു. അവരെ ആരും ഉപദേശിക്കരുത്, അവരോട് ആരും ഒന്നും പറയരുത്. പറയാൻ ചെല്ലുന്നവനെയും വെറുതെ വിടാതിരിക്കുന്നു, പുരോഹിതന്മാരോട് വാദിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് ദേശം നശിക്കുന്നു. നിങ്ങൾക്ക് വളരെ രസകരമായൊരു കാര്യമാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവനെയും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനെയും ഒക്കെ എല്ലാവരും ഒരുപോലെ ചീത്ത പറയുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചവരെല്ലാം വ്യാജന്മാരും, പ്രാർത്ഥിച്ചവരും ഉപവസിച്ചവരും ദൈവത്തെ അറിഞ്ഞവരും ദൈവവചനം പ്രസംഗിച്ചവരെല്ലാം കള്ളന്മാരും, കള്ളും അടിച്ച് പാപവും ചെയ്ത് സകല തിന്മയും ചെയ്ത് ജീവിക്കുന്നവനെല്ലാം നല്ല പുള്ളി. ഇതാണ് കാലം. അതുകൊണ്ട് യോശുവ പറയുകയാണ്, ദേശത്തിൽ സത്യമില്ല, അതുകൊണ്ട് ദേശം നശിക്കുന്നു. അങ്ങനെ ഒരു വാക്കുണ്ടോ ഇവിടെ? എത്ര വാക്യത്തില വായിച്ച? 3-ാം വാക്യം. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും. നിന്റെ ദേശത്തിന് സൗഖ്യം ഉണ്ടാകാൻ, നിന്റെ ദേശത്തിന് വിടുതലുണ്ടാകാൻ, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ ഈ വാദിക്കുന്നതും തർക്കിക്കുന്നതും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ അവസാനിപ്പിച്ചിട്ട് മക്കൾക്ക് നന്മയുണ്ടാകാൻ, നിന്റെ ജീവിതത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകാൻ മാനസാന്തരപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ആ കർത്താവിൻ്റെ സത്യത്തിനകത്ത് നിൽക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. പുരോഹിതന്മാരോട് വാദിക്കുന്നതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. സത്യത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് ജീവിതത്തെ ഏൽപ്പിക്കുക. അരയ്ക്ക് സത്യം കെട്ട്. ആ ബെൽറ്റിനകത്താ, നമുക്ക് നന്നായിട്ട് അറിയാം, ആ ബെൽറ്റിനകത്താണ് ബാക്കിയുള്ള ആർമറുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. പൗലോസ് പറഞ്ഞത് ഈ റോമൻ ഒരു ആർമി, ഒരു പട്ടാളക്കാരനെ കാണിച്ചുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ പട്ടാളക്കാരന്റെ ബെൽറ്റിനകത്താണ് ബാക്കിയുള്ളതെല്ലാം. സത്യം എന്ന ബെൽറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നീതിയുടെ കവചമോ പടച്ചട്ടയോ ഒന്നും നിങ്ങൾ നിൽക്കുകയില്ല. സത്യസന്ധത ഇല്ലാത്തവന്, സത്യം ജീവിതത്തിൽ ഇല്ലാത്തവന് ഒരിക്കലും അധികം നാൾ പോകാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റത്തില്ല. എന്നാൽ ലോകം മുഴുവൻ നിന്നെ പരിഹസിച്ചാലും, ആരെല്ലാം നിന്നെ കളിയാക്കിയാലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ഭാഗത്ത് സത്യമുണ്ടോ? നീ വിശുദ്ധനാണോ? നീ സത്യസന്ധനാണോ? നീ നേരോടെ ദൈവത്തിന് മുമ്പിൽ നിന്നവനാണോ? ആരോ എന്തോ പറയട്ടെ, ലോകം മുഴുവൻ എതിരാകട്ടെ, ദൈവം നിന്റെ കൂടെ നിൽക്കും. സർവശക്തനായ ദൈവം നിന്റെ ഒപ്പം നിൽക്കും. അത് മാത്രം മതി. ജോസഫിനെ കുറിച്ച് പൊത്തീഫറിന്റെ ഭാര്യ അപവാദം പറയുമ്പോഴും, നാട്ടുകാരെല്ലാം തനിക്ക് എതിരാകുമ്പോഴും, കൂട്ടുകാരും കുടുംബക്കാരും തന്നെ മറക്കുമ്പോഴും, സഹോദരങ്ങൾ തന്നെ ഉപേക്ഷിക്കുമ്പോഴും ജോസഫിന്റെ ലൈഫിൽ നീതി ഉണ്ടായിരുന്നു, സത്യസന്ധത ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. ദൈവം അവനെ പിന്നത്തേതിൽ മാനിക്കാനിടയായി. അതുകൊണ്ട് നമ്പർ 1, സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടുക. ഭോഷ്കുകൾ ഉപേക്ഷിക്കുക, വ്യാജ സംസാരങ്ങൾ ഉപേക്ഷിക്കുക, ഭാര്യയോട് വ്യാജം പറയാതിരിക്കുക, ഭർത്താവിനോട് വ്യാജം പറയാതിരിക്കുക, മക്കളോട് വ്യാജം പറയാതിരിക്കുക, മാതാപിതാക്കളോട് വ്യാജം പറയാതിരിക്കുക. യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? ആരാണ് അവിടെ വസിക്കുന്നത്? നിഷ്കളങ്കനായി നേര് പ്രവർത്തിക്കുന്നവൻ, കൂട്ടുകാരനോട് വ്യാജം ഭോഷ്ക് പറയാത്തവൻ. ഹല്ലേലൂയ. അധരങ്ങളെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. അരയ്ക്കു സത്യം കെട്ടാതെ ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 15 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. നോക്കുക, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക.
നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ഒരു സഭയെ ഏൽപ്പിച്ചാൽ, ഒരു ദൈവദാസനെ ഏൽപ്പിച്ചാൽ, ഒരു ഓഫീസിൽ ഏൽപ്പിച്ചാൽ, നിങ്ങളതിൽ സത്യസന്ധതയുള്ളവരാകുക. ഹല്ലേലൂയ. സത്യമെന്ന ആ ബെൽറ്റ് ഇല്ലാതെ, അത് അരയ്ക്ക് കെട്ടാതെ ഒരിക്കലും ഈ യുദ്ധത്തിൽ വിജയിക്കില്ല. നിന്നെ ശത്രു പരാജയപ്പെടുത്തും. കാരണം ബാക്കിയുള്ള ആർമറുകളെല്ലാം, ആയുധങ്ങളെല്ലാം ആ ട്രൂത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും. പലരും പറയുന്നുണ്ട്, എനിക്ക് വളരാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മീകമായി വളരാൻ പറ്റുന്നില്ല, പാസ്റ്റർ എന്നെ വളർത്തുന്നു. നോ നോ നോ, നിന്നെ വളർത്തുന്നത് പാസ്റ്റർ അല്ല, നിന്റെ സത്യസന്ധതയാണ്. ഒരു ഓഫീസിൽ ചില ആൾക്കാർ 20 വർഷം 25 വർഷം വർക്ക് ചെയ്തിട്ട് ഒരു ഓഫീസ് ബോയ് ആയിട്ടായിരിക്കും, ഒരു ചായ കൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കാനായിരിക്കും അവൻ അവിടെ വന്നേ. 1000 രൂപ 500 രൂപ ശമ്പളത്തിന്. ഇന്ന് 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷം രൂപ അവൻ അവിടെ ശമ്പളം മേടിക്കുന്നു. അവിടുത്തെ ഒരു മെയിൻ ആളായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ ആ നിലയിലേക്ക് ഉയർന്നു വന്നു? അവൻ ആ ഓഫീസിനോട് കാണിച്ചതായ സത്യസന്ധത. അവൻ ജോലി ചെയ്തപ്പോൾ, അവൻ ഓഫീസ് ബോയ് ആയി ജോലി ചെയ്യുമ്പം 500 രൂപയ്ക്ക് ജോലി ചെയ്യുമ്പം അവിടെ 5000 രൂപയ്ക്ക് ജോലി ചെയ്ത ഒരു വലിയ ബുദ്ധിമാൻ ഉണ്ടായിരുന്നു. 3 മാസം പോലും അവനവിടെ നിന്നില്ല. അവനെ ഒരു കേസിൽ പിടിച്ചു, അവനെ പറഞ്ഞു വിട്ടു അവിടുന്ന്. അവനൊരിക്കലും ആ സാലറിയിലോട്ട് പ്രൊമോട്ടഡ് ആയില്ല, ആ പൊസിഷനിലോട്ട് പ്രൊമോട്ടഡ് ആയില്ല. വായ്? കഴിവില്ലാഞ്ഞല്ല, ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞല്ല, സത്യമില്ല, സത്യസന്ധതയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാനായിട്ട് ആഗ്രഹിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ചാകണ്ടി വന്നാലും തല പോണ്ടി വന്നാലും ആരുടെയും മോഷ്ടിക്കരുത്, എങ്ങൊന്നും മോഷ്ടിക്കരുത്, കളവുകൾ ചെയ്യരുത്, കള്ളം പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ സ്നേഹവും സത്യവും ഇട്ടൊന്നും പ്രവർത്തിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സകലത്തിലും വളരും. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. എന്താണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന് പറഞ്ഞേ? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും ചതിക്കപ്പെടുവാൻ സാധ്യതയുള്ള, ചതി പറ്റുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സ്പിരിച്വൽ ബാറ്റിലിൽ, സ്പിരിച്വൽ വാർഫെയറിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളെ ഒരിക്കലും ഒരു മനുഷ്യൻ തെറ്റിക്കരുത്, ചതിക്കരുത്. മനുഷ്യന്റെ കയ്യിൽ ചതിയും ഉപായവും തന്ത്രവും ഉള്ളത് കൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. ആരുടെ കയ്യിലാണ് ചതി? ആരുടെ കയ്യിലാണ് ഉപായം? ആരുടെ കയ്യിലാണ് തന്ത്രം? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളാലും മനുഷ്യരിലാണിത്. എന്നാൽ ഈ ചതിയുടെ, ഈ ഉപായത്തിന്റെ, ഈ തന്ത്രത്തിന്റെ പിറകിൽ അവനിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ തെറ്റിദ്ധരിക്കില്ല, വ്യക്തികളല്ല നിങ്ങളുടെ ശത്രുക്കൾ, കണ്ണിൽ കാണുന്നവരല്ല നിങ്ങളുടെ ശത്രുക്കൾ. അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. സ്പിരിറ്റിനെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയണം. പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ വെളിപ്പാടുകൾ പറയുന്ന വെളിച്ചപ്പാടത്തിയായ ഒരു സഹോദരി, പലതവണ ആ ദേശത്തിൽ പലരോടും പ്രവചിച്ചിട്ടുള്ള സഹോദരി, യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന സഹോദരി, പൗലോസിനോടും ഒപ്പമുള്ള ശീലാസിനോടും എന്ന് പറയുകയാണ്, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവവചന സത്യങ്ങളെ പ്രസ്താവിക്കുന്നവർ. വളരെ കറക്റ്റ് അല്ലേ അവൾ പറഞ്ഞത്? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് മുഷിഞ്ഞ് അവളെ തിരിഞ്ഞു നോക്കി എന്ന് എഴുതിയിരിക്കുന്നു. ആ നോട്ടത്തിൽ അവളുടെ സ്പിരിറ്റിനെ, അവളുടെ അകത്ത് വ്യാപരിച്ച ആത്മാവിനെ പൗലോസ് ഡിസൈൻ ചെയ്തു, വിവേചിച്ചു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതൊക്കെയാ സ്പിരിച്വൽ ബാറ്റിൽ, ഇതൊക്കെ ആത്മീയ യുദ്ധം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുക.
ഉപദേശത്തിന്റെ കാറ്റിനാൽ നിങ്ങൾ ഉഴലരുത്. നിങ്ങൾ അങ്ങനെ അഴലുന്ന ശിശുക്കളാകരുത്. ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ, തെറ്റായ ഉപദേശങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത്. യേശുക്രിസ്തു സത്യ നിത്യ ദൈവം എന്ന ഉപദേശമാണ് സത്യോപദേശം. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, പരിശുദ്ധാത്മാഭിഷേകം, തിരുമേശ, ഇങ്ങനെ വ്യത്യസ്തമായ അടിസ്ഥാന ഉപദേശങ്ങൾ, ഡോക്ട്രിനുകൾ ദൈവവചനത്തിൽ നൽകിയിരിക്കുമ്പോൾ നിങ്ങളെ ചതിച്ചു കളയുന്ന, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ, നിങ്ങൾ അങ്ങനെയുള്ളതൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങൾ കാണുന്ന, നിങ്ങൾ കേൾക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അവോയ്ഡ് ദാറ്റ്. അതിലേക്ക് ശ്രദ്ധിക്കരുത്. ഒരു സിനിമ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിന് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ഒരു ക്രിസ്ത്യൻ പാട്ട് നീ കേൾക്കുമ്പോൾ ആ സ്പിരിച്വൽ സോങ്ങിന് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ഒരു വളരെ ഭയാനകമായ ഒരു നോവൽ വായിക്കുമ്പോൾ ആ വായിച്ച നോവൽ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും, നിന്റെ സ്പിരിറ്റിനെ. നീ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിന്റെ പിറകിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. നീ വായിക്കുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും നിനക്കുള്ളതാണോ, നിന്റെ ആത്മാവിനുള്ളതാണോ എന്ന് നീ തിരിച്ചറിയണം. എല്ലാം നിനക്കുള്ളതല്ല, എല്ലാം നിങ്ങൾക്കുള്ളതല്ല, എല്ലാം നിങ്ങളുടെ ആത്മീക വർധനവിലുള്ളതല്ല. ഇതിനകത്തൊക്കെ മറഞ്ഞിരിക്കുന്ന ചതികളും ഉപായങ്ങളും തന്ത്രങ്ങളും ഉണ്ട്. ആ ചതികളെ തിരിച്ചറിയണം. ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകല്ല്. അങ്ങനെ ആകല്ല്. ബി മെച്യൂർഡ് ഇൻ സ്പിരിറ്റ്. ആത്മീക പക്വതയിലേക്ക് നാം കടന്നു വരണം. എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ മറുപടിയില്ല. എല്ലാ വിമർശനങ്ങൾക്കും ഇവിടെ ഉത്തരയില്ല. എല്ലാ അഭിപ്രായങ്ങൾക്കും ഇവിടെ മറു അഭിപ്രായമില്ല. മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുവാൻ, ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുവാൻ, വഞ്ചകനെയും സ്നേഹിതനെയും തിരിച്ചറിയുവാൻ, നല്ല ആത്മാവിനെയും ദുരാത്മാവിനെയും തിരിച്ചറിയുവാൻ, അസൂയയുടെ ആത്മാവുള്ളവനെയും സ്നേഹത്തിന്റെ ആത്മാവുള്ളവനെയും വിവേചിക്കുവാൻ നിന്റെ ആത്മാവിന് കഴിയണം. അവിടെയാ വാറ്, അവിടെയാ യുദ്ധം, അവിടെയാ ഫൈറ്റ് നിൽക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് എന്നാ ചെയ്യണം? ആ ബെൽറ്റ് അരയ്ക്ക് കാണണം. ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. സത്യം അരയ്ക്ക് കെട്ടണം. നിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നവൻ വ്യാജനായിരിക്കാം, അപ്പുറത്ത് നിൽക്കുന്നവൻ തട്ടിപ്പായിരിക്കാം. നോ വറീസ്. നീ സത്യത്തിൽ സ്റ്റാൻഡ് ചെയ്യുക. നീ ട്രൂത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. നീ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. ദൈവം നിന്റെ കൂടെ നിൽക്കും. താങ്ക് യു ലോർഡ് ജീസസ്. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ആമേൻ. സങ്കീർത്തന പുസ്തകം 51 അധ്യായത്തിന്റെ 6 വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യസന്ധത പുലർത്തേണ്ടത് എക്സ്റ്റേണലി, ബാഹ്യമായൊരു ഞാൻ സത്യസന്ധനാണ് എന്ന് കാണിക്കുന്ന ഒരു സാധനമല്ല. നിന്റെ ഹൃദയത്തിനകത്ത് സത്യം ഉണ്ടാകണം. നിന്റെ അകത്തൊരു സത്യം ഉണ്ടാകണം. ആ സത്യം എന്ന ബെൽറ്റ് നിനക്കുണ്ടെങ്കിൽ അവിടെയാ പിശാച് ഭയക്കുന്നേ. കള്ളം പറയാനായിട്ട് ഒരു സാഹചര്യം വന്നു. സ്പിരിച്വൽ ബാറ്റിൽ ഞാൻ പറയുക, ബോഷ്ക്ക് പറയാനും ചെയ്യാനും വ്യാജം കാണിക്കാൻ ഒരു അവസരം കിട്ടി. അവിടെ നീ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ആ ട്രൂത്തിന് വേണ്ടി നിൽക്കുമ്പോഴാ പാതാള ഗോപുരം വിറയ്ക്കുന്നേ. ഒരു കള്ളം പറഞ്ഞാലേ എനിക്ക് അവിടെ വിജയിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിൽ എനിക്ക് അവിടെ വിജയിക്കേണ്ട. എൻ്റെ ആത്മാവ് ഒരിക്കലും വേദനിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സത്യം പറയാൻ തയ്യാറാകുമ്പോൾ, ഒരു പക്ഷെ നിനക്ക് മനുഷ്യന്റെ മുമ്പിൽ 1 മിനിറ്റത്തേക്കൊന്ന് തലകുനിക്കേണ്ടി വന്നാലും ദൈവം തമ്പുരാന്റെ മുൻപിൽ, പൈശാചിക മണ്ഡലത്തിന്റെ മുൻപിൽ നിനക്ക് തല നിവർത്തി നിൽക്കാൻ പറ്റും. സത്യം നിന്റെ അരയ്ക്ക് കിട്ടുക. That's a belt. രണ്ടാമത്, നീതി എന്ന കവചം.
the chest plate of righteousness. നീതി എന്ന കവചം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിന്റെ ഹാർട്ടിനെ, നിന്റെ ചെസ്റ്റിനെ കവർ ചെയ്യുന്ന കവചം എന്താണ്? നീതി. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നീതിയുടെ ബോധം നിങ്ങളുടെ അകത്തുണ്ടാകണം. ഇവിടെ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിൽ നീതിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വേർഡ്സ് പൗലോസ് പറയുന്നുണ്ട്. 23, 24, 25 വാക്യങ്ങൾ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. സത്യത്തിന്റെ ഫലമായ നീതിയിലും. അപ്പം ബെൽറ്റ് എന്തുവായിരുന്നു? സത്യം. ആ സത്യവുമായിട്ട് കണക്റ്റഡ് ആണ് നീതി. സത്യത്തിന്റെ ഫ്രൂട്ടാണ്, ഫലമാണ് നീതി. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഈ സർവീസ് കാണുന്നവർ മനസ്സിലാക്കണം, ആർമർ ഓഫ് ഗോഡിൽ, ദൈവത്തിന്റെ സർവായുധ വർഗത്തിൽ സത്യമെന്ന ബെൽറ്റ് നിങ്ങളുടെ അരയ്ക്ക് കെട്ടിയിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ബാക്കിയുള്ള എല്ലാ ആയുധങ്ങളും കണക്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് നീതിയുടെ കവചം? മീൻ ദ ചെസ്റ്റ് പ്ലേറ്റ്. നീതിയുടെ കവചം നിന്റെ ഹാർട്ടിനെ, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലയാണ്. ഒന്ന് ഹാർട്ടും ഈ തലയും നെഞ്ചും. ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതിനെ കവർ ചെയ്ത്, ഇത് പൗലോസ് ആ റോമൻ ആർമിയെ കണ്ടുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ അത് കാണാം. ഹല്ലേലൂയ. കവർ ചെയ്ത് നിൽക്കുക. ആ ചെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് നീതിയായിരിക്കട്ടെ. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞ വാക്യത്തിൽ, എന്തൊരു കവചമാ? നീതിയുടെ കവചം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. അപ്പം ട്രൂത്ത് എന്ന് പറയുന്നതിനകത്ത്, സത്യം എന്ന് പറയുന്നതിനകത്ത് ദൈവിക നീതിയുണ്ട്. ദൈവികമായ നീതീകരണത്തിനകത്ത് വിശുദ്ധിയുണ്ട്. നിന്റെ ഹൃദയത്തെ നിന്റെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നിന്റെ ചെസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ ദൈവത്തിന്റെ വിശുദ്ധി ആയിരിക്കണം. ദൈവിക വിശുദ്ധി എന്ന ഈ ചെസ്റ്റ് പ്ലേറ്റ് നിനക്കില്ലെങ്കിൽ ശത്രു എയ്തു വിടുന്ന അമ്പ് നിന്റെ ഹൃദയത്തെ തറയ്ക്കും. പ്രധാന ഭാഗങ്ങളെ ശത്രു ഉന്നമിക്കുന്നു. ഹൃദയത്തിനകത്ത് പലർക്കും കുറ്റബോധം ചെയ്ത പാപത്താൽ. ശ്രദ്ധേയമല്ലേ? കാരണം എന്താ? നീതി എന്ന, വിശുദ്ധി എന്ന ആ ചെസ്റ്റ് പ്ലേറ്റ് അവർക്കില്ലാതെ പോയി. ഇപ്പോഴും പലതും ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം ചങ്കെ കുത്തുക, ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുക. ആ കുത്തൽ ഉണ്ടാകാതിരിക്കാൻ പൗലോസ് പറയുന്നു, സർവായുധ വർഗത്തിൽ ഈ ചെസ്റ്റ് പ്ലേറ്റ്, ഈ കവചം നിങ്ങൾ ധരിക്കുക. റൈച്ചസ്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൃദയത്തിനകത്ത് കുറ്റബോധങ്ങൾ ഇല്ലാതിരിക്കുവാൻ നീതിയുടെ കവചം ധരിക്കുക. റോമർ 3:23 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് നിമിത്തം നിങ്ങൾ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനോ ആകുന്നു. പിശാച് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന മറ്റൊരു ഏറിയാണ് നിന്റെ മനസ്സാക്ഷി, നിന്റെ ഹൃദയം, നിന്റെ കുറ്റബോധം. നിന്നെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നത്, ഞാൻ പാപിയാണോ, ഞാൻ കുറവുള്ളവനാണോ, എന്നിൽ തെറ്റുകളുണ്ടോ? ആ മേഖലയെ, ആ ഏറിയെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നീതിയുടെ കവചം നിങ്ങൾ ധരിക്കണം. അത് വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്താൽ ഉളവാകുന്നതാണ്. അതാ റോമർ 5:1 പൗലോസ് പറഞ്ഞത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുന്നത് ആ കവചത്താല, നീതിയുടെ കവചം.
യെശയ്യാ 54:14 പറയുന്നു, നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും, പീഡനങ്ങളോട് ഞാൻ അകന്നിരിക്കും. പിശാച് നിനക്ക് വിരോധമായി എയ്യുന്ന അമ്പുകളെ, നിനക്ക് വിരോധമായി എയ്യുന്ന ആയുധങ്ങളെ, നിന്റെ ഹൃദയത്തിൽ തറയ്ക്കുവാൻ എയ്യുന്ന അമ്പുകൾ തടയപ്പെടണമെങ്കിൽ കുറ്റബോധമില്ലാത്ത നല്ലൊരു ഹൃദയം, മനസ്സാക്ഷി നിനക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തു നിന്നെ നീതീകരിച്ചിരിക്കുന്നു, അവന്റെ നീതിയിൽ നീയും നീതിമാനായിരിക്കുന്നു എന്ന ചിന്തയുണ്ടാകണം. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ ഈ ഗ്രേസ്, റൈച്ചസ്നെസ് ഒക്കെ ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, ഇനി നമ്മൾ എന്തൊക്കെ പാപം ചെയ്താലും കർത്താവിനൊരു പ്രശ്നമില്ല, ഇത് കൃപയുടെ യുഗമാ, ഗ്രേസ് പീരീഡാ, ഹൈപ്പർ ഗ്രേസിന്റെ ഡോക്ടറിന്റെ പുറകിലേക്ക് പോകുന്നു. നോ. എന്തിനാണ് നീതീകരിച്ചത്? വിശുദ്ധിയിൽ ജീവിക്കാൻ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:34 അത് വായിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ വായിക്കാൻ പോവാം. ഒറ്റ പദമാ പൗലോസ് പറയുന്നത്, അവൈക്ക് ടു റൈച്ചസ്നെസ് ആൻഡ് സിൻ നോട്ട്. 1 കൊരിന്ത്യർ 15:34 പൗലോസ് പറയുകയാണ്, നീതി ബോധത്തിൽ, നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അപ്പം ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ നല്ലൊരു പദം പ്രിയപ്പെട്ടവരെ, അവൈക്ക് ടു റൈച്ചസ്നെസ് ആൻഡ് സിൻ നോട്ട്. നിന്നെ നീതിബോധത്തിൽ ഉണർത്തിയത് എന്തിനാ? അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, നീ പാപം ചെയ്യാതിരിക്കാനാ. നീതിയിൽ നിന്നെ നിർമ്മതനായി വിശുദ്ധീകരിച്ച് എന്റെ ദൈവം ഉണർത്തിയെടുത്തത്. ലിസൺ, എപ്പോഴും പറയാറുണ്ട് യേശു കൃപയാ, സത്യം. യേശു കൃപ മാത്രമല്ല, ഈസ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. അവൻ കൃപയും സത്യവുമാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തുന്ന, ഈസ് നോട്ട് ഓൺലി ദ ഗ്രേസ്. അവൻ കൃപ മാത്രമല്ല, ആ കൃപയുടെ കൂടെ ഒരു സാധനം കൂടെ കണക്റ്റഡാ, ട്രൂത്ത്. അതുകൊണ്ട് എപ്പോഴും തിരിച്ചറിയുക, ദൈവത്തിന്റെ ഗ്രേസിനെ കുറിച്ചും കൃപയെക്കുറിച്ചും ഒത്തിരി പഠിച്ചിട്ട് സഭയ്ക്കകത്തും വ്യക്തിപരമായ ജീവിതത്തിലും പാപം ചെയ്ത് എല്ലാ കൊള്ളരുതായ്മയും കാണിച്ചിട്ട് കർത്താവ് എല്ലാം എന്നോട് ക്ഷമിച്ചോളൂ, ഇത് കൃപായുഗമാണെന്ന് ചിന്തിക്കരുത്. കൃപയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നൊരു സത്യമുണ്ട്. കൃപയ്ക്കകത്ത്, നീതിക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നൊരു വിശുദ്ധിയുണ്ട്. ദൈവം നിന്നെ നീതിയിൽ നിർമ്മതനായി ഉണർത്തിയെങ്കിൽ അത് നിനക്ക് പാപം ചെയ്യാനും പാപത്തിൽ തുടരാനുമുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരുവാനും നീതിബോധത്തിൽ ജീവിക്കുവാനും ദൈവികമായ വിശുദ്ധീകരണത്തിൽ തുടരുവാനും ആഗ്രഹിക്കുന്നവർ നീതി എന്ന കവചം ധരിക്കുവിൻ. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം എഫേസ്യർ 4:23 വായിച്ചേ, വിശുദ്ധിയിലും നീതിയിലും സത്യത്തിലും എന്നുള്ള വാക്ക്. ഇനി എഫേസ്യർ 5 ആ വിശുദ്ധി എന്തുവാന്ന് പറയുന്നുണ്ട്. 5:2-3-4 വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. യാതൊരു അശുദ്ധി, അത്യാഗ്രഹം. ഈ അത്യാഗ്രഹം എന്നൊക്കെയുള്ള കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ഒരുമാതിരിപ്പെട്ട എല്ലാ അത്യാഗ്രഹികളാണ്. ഒന്നിലും അവരൊന്നും തൃപ്തരല്ല, പലതിലും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പറക പോലും അരുത്. പിന്നെ അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അതാ വിശുദ്ധന്മാർക്ക് ഉചിതം. ഈ ആത്മീയ പോരാട്ടത്തിൽ ഇതൊക്കെ അറിയാതെ യുദ്ധം ചെയ്യരുത്. ചുമ്മാ പായ്ക്കകത്ത് കുത്തിയിരുന്ന് പായെല്ലാം കൂടെ വലിച്ചു കീറുന്നതല്ല ആത്മീയ പോരാട്ടം. കൈയെല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കുന്നതുമല്ല ആത്മീയ പോരാട്ടം. 4 തമ്പേർ പൊട്ടിച്ച് ഇനി 5 ഒരെണ്ണോടെ മേടിക്കണം, അതൊന്നും അല്ല ആത്മീയ പോരാട്ടം. ഭാര്യ, ഭർത്താവ്, കുടുംബം, മക്കൾ, മാതാപിതാക്കൾ, യജമാനൻ, ദാസൻ, ദൈനംദിന ജീവിതത്തിൽ നീ ഫേസ് ചെയ്യുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നീ അതിനെ വിജയിക്കുന്നത് ആത്മീയ പോരാട്ടം. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ദൈവമക്കളെ, ഞാൻ ഇന്നത്തെ ഈ സർവീസിൽ സഭയോട് പറയുന്നു,
ആരെങ്കിലുമൊക്കെ എന്നെ ഇപ്പൊ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിനക്ക് ചേർച്ചയല്ലാത്തതിനകത്തൊന്നും നീ ചേരാൻ പോകരുത്. നിനക്ക് ചേർച്ചയല്ല, നിനക്ക് മാച്ച് ചെയ്യാത്തത് നീ ഇടരുത്. നിനക്ക് ചേരാത്തതിൽ നീ ശ്രദ്ധ കൊടുക്കരുത്. ഒരു ഷർട്ട് എടുത്തിടുമ്പം, ഒരു ചുരിദാർ ധരിക്കുമ്പം നമ്മളോട് പറയാം, അയ്യോ ഇതെനിക്ക് ചേരുന്നില്ല. നമ്മൾ അത് ചിന്തിക്കാറുണ്ട്. പക്ഷെ നീ പറയുന്ന വാക്കും നിന്റെ പ്രവൃത്തിയും നീ കാണിക്കുന്ന പരിപാടികൾ എപ്പോഴെങ്കിലും നിന്റെ ചിന്തയിൽ തന്നിട്ടുണ്ടോ ഇതൊന്നും എനിക്ക് ചേർന്നതല്ലെന്ന്? ഒരു ഷർട്ട് ഇടുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടോ ഇതെനിക്ക് അങ്ങോട്ട് ചേരുന്നില്ല. ഒരു ചുരിദാർ ധരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് അങ്ങോട്ട് ചേരുന്നില്ല, കറക്റ്റ് ആകുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കാണിച്ച പ്രവൃത്തിയും സംസാരിച്ച സംസാരവും ഇടപെട്ട ഇടപാടുകളും കാണിച്ചതായ പൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ തിന്മകൾ എപ്പോഴെങ്കിലും നിന്റെ ചിന്തയിൽ പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഇതെനിക്ക് അങ്ങോട്ട് ചേരുന്നല്ലെന്ന്? ആ ബോധ്യം നിന്റെ ഉള്ളത്തിൽ വരുന്ന മൂമെന്റിലാണ് നീ ഒരു വിശുദ്ധനായി മാറുന്നത്. ആ ഒരു ബോധ്യം അകത്ത് വരണം. ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. ഞാൻ ഇന്നത്തെ സെക്ഷനിൽ 2 ആർമർ ഓഫ് ഗോഡ് മാത്രമേ എനിക്ക് പറയാൻ നേരം കിട്ടിയുള്ളൂ. ഒന്ന്, ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യം നിങ്ങൾ അരക്കി കെട്ടുക. നമ്പർ 2, ദ ചെസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതി എന്ന പടച്ചട്ട നിങ്ങൾ ധരിക്കുക. ഇനി അടുത്തതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. വരുന്ന ആഴ്ചകളിലെ ലൈവ് സർവീസിൽ ഞാൻ ആ ഭാഗം എടുക്കും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക. ദുഷ്ടന്റെ തീയമ്പുകൾ ഒക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മീക ലോകത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ ശ്രദ്ധിക്കണം. നിന്നെ കത്തിച്ച് കളയാൻ, പൊടിയാക്കി കളയാനുള്ള തീയമ്പുകൾ അവൻ്റെ കയ്യിലുണ്ട്. ഇതിനെ തടയാനുള്ള വിശ്വാസം എന്ന പരിച കയ്യിലുണ്ടാകണം. ഈ വിശ്വാസം എന്ന പരിച വാസ്തവമായിട്ടും ഈ റോമൻ ആർമിയുടെ പരിചയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ പരിചയമല്ല. ഈ ഇഡലി ഉണ്ടാക്കുന്ന സാധനം പോലെ ഇരിക്കുന്ന പരിചയമൊന്നുമല്ല. റോമൻ ആർമിയുടെ പരിചയം എന്ന് പറയുന്നത് ഒരു കതകിന്റെ വലിപ്പമുണ്ട്. എന്ന് വെച്ചാൽ നിന്നെ കംപ്ലീറ്റ് അത് കവർ ചെയ്യും, ഫുള്ളി കവേർഡാ. ഇനി ഈ പരിചയയുടെ മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിനകത്ത്, ഈ പരിചയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റയ്ക്ക് പലപ്പോഴും ഈ പരിച തന്നെ പൊക്കാൻ പറ്റുകയില്ല. അത്ര ഹെവി സാധനമാണ്. പല സന്ദർഭങ്ങളിലും ഈ പരിച ഇവർ ചേർന്ന് പിടിക്കും, ഇവർ ഒന്നിച്ച് നിൽക്കും. കാരണം ഇവരുടെ മുൻപിലെല്ലാം ഇവർക്ക് ആയുധങ്ങളുണ്ട്. വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, വചനം എന്ന വാള്. പക്ഷെ ഇവർ ബാക്ക് സൈഡ് പലപ്പോഴും ഒന്നുമില്ല. ഇവരെ ആർക്ക് വേണമെങ്കിലും പുറകിലൂടെ അറ്റാക്ക് ചെയ്യാം. ആ സമയത്താണ് ഇവരുടെ യുദ്ധമുറ ശ്രദ്ധിക്കേണ്ടത്. ഇവർ ഒന്നിച്ച് നിൽക്കും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ നിലയിൽ അവർ ഒന്നിച്ച് നിൽക്കും. ഒന്നിച്ച് നിന്ന് ഒരുത്തന്റെ പുറകിൽ ആ എംറ്റി ആയിട്ട് കിടക്കുന്നിടത്ത് അടുത്തവൻ കയറി നിൽക്കും പരിചയമായി. ഇതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ദുഷ്ടന്റെ തീയമ്പുകൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, മുൻപിൽ വരുന്ന ആക്രമണങ്ങളെ, തീയമ്പുകളെ നിന്റെ വിശ്വാസത്താൽ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ, നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ അതിനെ എതിർത്ത് നിൽക്കും. പക്ഷെ നിന്റെ പിന്നിലൂടെ വരുന്ന അറ്റാക്കുകളെ നിനക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ പിറകിൽ ഓപ്പോസിറ്റായി നിൽക്കുന്ന ആ പരിചയമായി നിൽക്കുന്ന പരിചയ തടഞ്ഞ എന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകാറുണ്ട്. അപ്പോൾ തന്നെ നിന്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് മറുഭാഗത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. നീ അറിയാത്ത പല തീയമ്പുകളും ആ പ്രാർത്ഥനയിൽ പോകുന്നുണ്ട്. സഭയുടെ പ്രാർത്ഥനകൾ, നിനക്ക് മീതെയുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ കാണാത്ത പല തീയമ്പുകളെയും അത് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. ആ പരിച, വിശ്വാസം എന്ന പരിച എടുക്കുക. ആ പരിച ചെറുതായി പോകരുത്. പൗലോസ് ഒരു റോമൻ പട്ടാളക്കാരന്റെ പരിചയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ പരിചയ്ക്ക് നല്ല വീതിയുണ്ട്, നല്ല നീളമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ സൈസ് അതായിരിക്കണം. നിന്റെ ഫെയ്ത്ത് സൈസ് അതായിരിക്കണം. വിശ്വാസം കുറഞ്ഞു പോകരുത്. വിശ്വാസം കുറഞ്ഞു പോകരുത്. ആ പരിച
എടുത്തു പിടിക്കുക. ഹാ. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ, ഇത് ഇന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സെഷനിൽ ഞാൻ പ്രധാനമായിട്ടും 10ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഒരു നിമിഷം നിങ്ങളെ തന്നെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ചേ. അന്യഭാഷ ലഭിച്ചവർ ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ടങ്സിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അലക്ഷ്യമായി നേരത്തെ കാണാതെ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, നിന്റെ ആ ആർമർ, ആ സർവായുധ വർഗം ഇവർ ധരിച്ചുകൊണ്ട് മുന്നേറട്ടെ. ഇവരുടെ കുടുംബ ജീവിതത്തിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ, ഇവരുടെ ഓഫീസിൽ, ഇവരുടെ ഹോസ്പിറ്റലിൽ, ഇവർ പോകുന്ന മേഖലകളിലെല്ലാം, ഇവരായിരിക്കുന്ന സമസ്ത മേഖലകളിലും ഇവർക്ക് വിജയിക്കുവാൻ കഴിയേണ്ടതിന്, ദുഷ്ടന്റെ തീയമ്പുകളെ തടുക്കുവാൻ കഴിയേണ്ടതിന്, ഹല്ലേലൂയ, ആ പരിചയം എടുത്ത് പിടിക്കുവാൻ കൃപ ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കാണുവാൻ കഴിയാത്ത ചില മേഖലകളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ എല്ലാ അറ്റാക്കുകളും, പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളും ഇവരെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. കർത്താവേ, ദൈവിക വിശുദ്ധിയിലും നീതിയിലും ദൈവ കൃപയിലും നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവർക്ക് കൃപ ചെയ്യണമേ.